സാക്ഷികൾ മുഖേന 2 നിക്കാഹ് നടത്തിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. സാക്ഷികൾ മുഖേന 2 നിക്കാഹ് നടത്തിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെന്താ വെച്ചാല് നമ്മള് എല്ലാ ആൾക്കാരും ഓല് 2 സാക്ഷികൾ മുഖേന ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഔദ്യോഗികമായ ദമ്പതികളായിട്ട് ജീവിതം ആരംഭിച്ചു. പിന്നെ 5-6 മാസം കഴിഞ്ഞിട്ട് വലിയ വലിയ ഒലമാക്കളെയും പാണക്കാർന്ന് സാദാത്യങ്ങളെയും പിന്നെ കുടുംബക്കാരെയും ഒക്കെ വിളിച്ചു വരുത്തിക്കാണ് ഞങ്ങൾ തമ്മിൽ നിക്കാഹ് നടക്കുകയാണെന്ന് പറഞ്ഞാണ് പരസ്യപ്പെടുത്തും. അതിലൊരു വഞ്ചന ഉണ്ട്. എന്താണ്? സ്വകാര്യമായി വെച്ച നിക്കാഹ് അത് ജനങ്ങളുടെ മുമ്പിൽ പരസ്യം ചെയ്യാതെ പിന്നെന്ത് ചെയ്യാന്ന് വെച്ചാല് ഒരു പരസ്യമായി നിക്കാഹ് എന്നിട്ട് ജനങ്ങൾ അവരുടെ എല്ലാ നമ്മൾ നിക്കാഹ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ നമ്മളെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചിട്ട് നിക്കാഹിന് പങ്കെടുക്കാൻ വേണ്ടി നമ്മളെല്ലാ വ്യക്തിപരമായ പരിപാടികളും മാറ്റിവെച്ചിട്ടായിരിക്കും ഇവരുടെ പരിപാടിക്ക് പോവുക. ഇവരാണെങ്കിലോ നേരത്തെ തന്നെ ദമ്പതികളായിട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഫുള്ളും സംഗതികളൊക്കെ കഴിഞ്ഞ് പിന്നെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാട്. അപ്പൊ അങ്ങനെയുള്ള ബാഹ്യമായ ചില അനർത്ഥങ്ങൾ അതിൽ വരും. ജനങ്ങളെ വഞ്ചിക്കുക എന്നുള്ള സ്വഭാവം അതിൽ കടന്നുകൂടും. അതുകൊണ്ട് ആ പരിപാടി ഒഴിവാക്കണമെന്നാണ് ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ളത്. ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ്, നൗഷാദ് കൈപ്പറം എന്ന് പറഞ്ഞ സഹോദരൻ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് ഞാൻ വാക്ക് നിർത്തുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇൻഷാല്ലാഹ്. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാല്, ഉസ്താദ് പറഞ്ഞില്ലേ ഈ അന്യ നാട്ടിൽ നിന്ന് നിക്കാഹ് ചെയ്തവരവസ്ഥ എന്ന് വെച്ചാല്, സ്ത്രീ അന്യ നാട്ടിലും പുരുഷനിപ്പം ഇന്ത്യക്കാരനാണെന്ന് വെച്ചോ, ഇന്ത്യക്കാരനല്ല കേരളക്കാരനെന്ന് വെച്ചോ, അന്യ നാട്ടിൽ പോയി നിക്കാഹ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സാക്ഷികളെ വേണോ അല്ലെങ്കിൽ അവിടെയുള്ള സാക്ഷികൾ മതിയാവോ എന്ന് വിശദീകരിച്ചു തന്നാൽ വളരെ ഉപകാരം. എന്ന് വെച്ചാല് എന്റെ ഒരു അനുഭവത്തിലുണ്ടായ ഒരു അവസ്ഥയാണ് പറയുന്നത്. പുറത്തുനിന്ന് മലേഷ്യ എന്ന സ്ഥലത്തുനിന്നൊരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പെണ്ണിന്റെ വീട്ടുകാരും അവരെ ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ സാക്ഷികളും അവരെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് അത് മതിയാവോ എന്നില്ല ഒന്ന് അറിയിച്ചാൽ വലിയ ഉപകാരം. ഇൻഷാല്ലാഹ്. മൈക്കിൾ ലീസിന് അസ്സലാമു അലൈക്കും. അതന്നെ മനസ്സിലായിട്ടില്ല അല്ലേ? അത് അന്യ നാട്ടിൽ, അതായത് നമ്മളെ മലേഷ്യ എന്ന സ്ഥലത്തുനിന്നൊരു നിക്കാഹ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയി നിക്കാഹ് ചെയ്യുന്ന സമയത്ത് നമ്മളെ നാട്ടുകാരും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ നാട്ടുകാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അവിടുത്തെ നിക്കാഹ് കഴിഞ്ഞ് ആ നാട്ടിലുള്ളവരാണ് സാക്ഷി ഉണ്ടായത്. അപ്പൊ അത് ശരിക്കും സാക്ഷ്യപത്രത്തിലൊക്കെ അവരൊക്കെയാണ് ഒപ്പുവെച്ചിരുന്നത്. അപ്പൊ അത് എന്തെങ്കിലും പ്രശ്നം വരുമോ അല്ലെങ്കിൽ നിക്കാഹപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നില്ലെന്ന് അറിയിച്ചെന്നാൽ വളരെ ഉപകാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല ചോദ്യമാണ്. അതായത് പിന്നെ നമ്മളെ നാട്ടിലുള്ള മലയാളികളായ ആളുകൾ അവരാണ് വിദേശത്ത് വെച്ചിട്ടാണ് നിക്കാഹ് നടക്കുന്നത്. അപ്പൊ വിദേശത്തുള്ള സാക്ഷികൾ, ഉദാഹരണം മലേഷ്യയിൽ വെച്ചിട്ടാണ് നിക്കാഹ് നടക്കുന്നത്. മലയാളികളുടെ നിക്കാഹാണ്, പക്ഷെ സാക്ഷികൾ വിദേശികളാണ്, മലേഷ്യക്കാരാണ്. അതിന് വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. ഇതിന് കുഴപ്പമൊന്നുമില്ല. സാക്ഷികൾ ഇന്ന നാട്ടുകാരാവണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സാക്ഷികൾ ഇന്ന നാട്ടുകാരാവണം എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് സാക്ഷികൾക്ക് ഇവര് പറയുന്ന നിക്കാഹിന്റെ പദങ്ങൾ അത് മനസ്സിലാവണം. അത് നിക്കാഹിന്റെ പദങ്ങൾ അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആ മലയാള ഭാഷയുടെ അർത്ഥം അവർക്ക് മനസ്സിലാവണം. അറബിയിൽ പറയുകയാണെങ്കിൽ ആ അറബിയിൽ പറയുന്ന വാക്കുകൾ നിക്കാഹിന്റെ പദങ്ങളാണ് എന്നവർക്ക് അറിയുന്ന ആളുകളായിരിക്കണം. ആ ഒരു നിബന്ധന മേളിച്ചാൽ മതി. അല്ലാതെ ഇന്ന നാട്ടുകാരായിരിക്കണം, മലയാളികളുടെ നിക്കാഹിന് മലയാളികൾ തന്നെ ആയിരിക്കണം, വിദേശികളാവരുത് എന്നൊന്നും സാക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു നിയമം ഒരു കിതാബിലും പറയുന്നില്ല. അതുകൊണ്ട് അത്തരം നിക്കാഹുകൾ മറ്റു നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ സഹീഹാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, സലാം മടക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും തക്ക സമയത്ത് MT ഉസ്താദ് അതിന്റെ സമയത്ത് തന്നെ വന്ന് നമുക്ക് ഈ വിഷയത്തിലൊരു നമ്മുടെ സുന്നിസത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്റ്റൽ കൺക്ലൂഷനിലേക്ക് എത്തിയതിൽ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ എന്റെ ഒരു ചോദ്യം, മാലിക്കി മദ്ഹബിൽ തന്നെ പിന്നെ പരസ്യപ്പെടുത്തി ഒരു ഇത് പറഞ്ഞു, അതായത് നിക്കാഹ് ചെയ്തു അതിന് ശേഷം പരസ്യപ്പെടുത്തിയിട്ട് ചെയ്താൽ പിന്നെ പ്രശ്നമില്ലാന്ന് അങ്ങനെ പറയുകയുണ്ടായി. അപ്പോ അത് പരസ്യപ്പെട്ടു പോയാൽ, അപ്പോ അങ്ങനെയല്ലൊരു പിന്നെ ഈ വരനും അതേപോലെ തന്നെ അമ്മോശനും മാത്രമായിരുന്നു
നിക്കാഹ് കഴിപ്പിച്ചത്. പിന്നെ അവര് മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ അങ്ങ് പരസ്യപ്പെട്ടു പോയി. അല്ലാതെ വേറൊരു ഉസ്താദ് പറഞ്ഞത് ഫംഗ്ഷന് നടത്തിയിട്ടുള്ളതാണ്, അതായത് ഒരുപാട് നിക്കാഹിനൊക്കെ ആളെ വിളിച്ചിട്ടുള്ള ഒരു വിഷയമാണ് പറഞ്ഞത്. ഇതല്ലാതെ തന്നെ ഇവരെ വായിൽ നിന്ന് മറ്റുള്ളവർ അറിഞ്ഞ് അങ്ങനെ അങ്ങ് പരസ്യപ്പെട്ടു. അങ്ങനെ പരസ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഹദ്ദിന്റെ ഈ അടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ ഇതിപ്പോ ഇന്ത്യയിൽ നിന്നാണ് സംഭവിച്ചതെങ്കിൽ അവിടെ ഒരു ഹദ്ദിന്റെ ഈ ഒരു വിഷയം വരുന്നില്ലല്ലോ, കാരണം നാട്ടിലുള്ള നിയമം വേറെയാണ്. അപ്പോ അതില് വല്ല പരിരക്ഷയുമുണ്ടോ? അതാണ് രണ്ടാമത്തേത്. പിന്നെ മൂന്നാമത്തെ ഒരു ചോദ്യം, ബൈലക്സിൽ ഈ പറഞ്ഞ നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം തന്നെ ഈ ബൈലക്സിൽ അല്ലെങ്കിൽ ഇതുപോലൊരു മീഡിയയിൽ വെച്ചുകൊണ്ട് ഈ ഷഹാദകളെയും അതുപോലെ തന്നെ എല്ലാം ഒത്തൊരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആളുകൾ ഒരുമിച്ച് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈലക്സിന്ന് നമുക്ക് ഇങ്ങനെ ഒരു മൈക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചൊല്ലി കൊടുത്തിട്ടും അതുപോലെ തന്നെ സാക്ഷികളൊക്കെ വെച്ചിട്ട്, അതല്ലെങ്കിൽ ഇതിലും പിന്നെ വളരെ ഉഷാറായ വേറെ പിന്നെ ഒരുപാട് പിന്നെ പ്രോഗ്രാം പിന്നെ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. എല്ലാവർക്കും കണ്ടുകൊണ്ടും ഒക്കെ സംസാരിക്കാൻ പറ്റിയ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ ഈ സാക്ഷിയും അതുപോലെ തന്നെ വരനും അതുപോലെ തന്നെ ഈ പിന്നെ ഭാര്യന്റെ ഉപ്പയും ഭാര്യയും എല്ലാവരും വന്ന് നിന്നുകൊണ്ട് അങ്ങനെ നിക്കാഹ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മൂന്നാമത്തത്. ഈ 3 ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന് മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാമത്തെ ചോദ്യമാണ് ഞാൻ കേട്ടത്. പിന്നെ ഷാഫി മദ്ഹബ് അനുസരിച്ച് തന്നെ ബൈലക്സ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് വധുവും പെണ്ണിന്റെ വലിയും വരനും സാക്ഷികളൊക്കെ ബൈലക്സ് ക്ലാസ് റൂമിൽ ഒരുമിച്ച് കൂടുക, പ്രൈവറ്റ് റൂമിൽ ഒരുമിച്ച് കൂടിയാൽ മതിയല്ലേ, നമ്മളൊക്കെ പ്രൈവറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്തുകൂടെയാണ്. അത് സ്വീകാര്യമല്ല. കാരണം സാക്ഷി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചുമരിന്റെ അപ്പുറത്തുള്ള ഒരു ശബ്ദം ഇപ്പുറത്തുള്ള ഒരാൾ കേട്ടിട്ട് കോടതിയിൽ പോയിട്ട് സാക്ഷി പറയാൻ പറ്റില്ല എന്നാ. ആ ഷഹാദത്ത് സ്വീകാര്യമല്ല എന്നാ. അത് ഫിഖ്ഹിന്റെ കിതാബിൽ വ്യക്തമായിട്ട് തന്നെ ഉദാഹരണമായിട്ട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചുമരിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളതും തമ്മിൽ തന്നെ പറ്റൂല എന്നാണെങ്കിലേ പിന്നെ ഈ ബൈലക്സ് ഏതായാലും പറ്റില്ലല്ലോ. അപ്പൊ അത് ഷാഫി മദ്ഹബ് പ്രകാരം ബൈലക്സ് നിക്കാഹൊന്നും സഹീഹല്ല. ഫോണിലൂടെ നിക്കാഹ്, ബൈലക്സ് നിക്കാഹ് അതൊന്നും സഹീഹല്ല, സ്വീകാര്യമല്ല. പിന്നെപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ഒന്നാമത്തെ ചോദ്യം എന്താണ്? അതിന്റെ ഇടയിൽ നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചല്ലോ, അദ്ദേഹം പറഞ്ഞു പിന്നെ മലേഷ്യയിലുള്ള സംഭവം പറഞ്ഞല്ലോ. അതിന് ഞാൻ മറുപടി പറഞ്ഞപ്പോ ഈ പെണ്ണും ആണും മലയാളികൾ എന്ന് പറഞ്ഞു. ഇനി ആണ് മലയാളിയും പെണ്ണ് മലേഷ്യക്കാരിയുമാണ്. എന്നാലും സാക്ഷികൾ മലയാളികളും ആവാം മലേഷ്യക്കാരും ആവാം, അല്ലെങ്കിൽ ഒരു സാക്ഷി മലേഷ്യക്കാരനും മറ്റേ സാക്ഷി മലയാളിയും ആവാം. അതിനൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോ ആണിന്റെ ഭാഗത്തുനിന്നൊരു സാക്ഷി പെണ്ണിന്റെ ഭാഗത്തുനിന്നൊരു സാക്ഷി അങ്ങനെയൊന്നും നിബന്ധനല്ല. 2 ആദരീയങ്ങളായ നീതിമാന്മാരായ 2 ആളുകൾ ഉണ്ടായാൽ മതി. 5 വക്ത് നിസ്കരിക്കുന്ന 2 ആൾക്കാരുണ്ടായാൽ മതി. അത്രേ ഉള്ളൂ. അത് ആണിന്റെ ഭാഗത്തു നിന്നോ പെണ്ണിന്റെ ഭാഗത്തു നിന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നിക്കാഹിന് ഒപ്പിടുന്ന സമയത്ത്, നിക്കാഹിന്റെ പിന്നെ കോളത്തിൽ ഒപ്പിടുന്ന സമയത്ത് ആണിന്റെ ഭാഗത്തുനിന്ന് ഒരു സാക്ഷിനെ ഒപ്പിടും, പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ഒരു സാക്ഷിനെ ഒപ്പിടും. അതെന്താ വെച്ചാൽ പിന്നീട് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് 2 കൂട്ടരിൽ നിന്നും സാക്ഷികൾ ഉണ്ടായിക്കൊണ്ട് അപ്പോ ആ ചർച്ചക്കും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. അല്ലാതെ അത് നിക്കാഹിന്റെ സിഹത്തുമായി ബന്ധപ്പെട്ട സംഗതിയല്ല. പിന്നെ നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒന്നാമത്തെ ചോദ്യം ഒന്നുകൂടി നിങ്ങൾ സാജി ഹംദ്, ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടി നിങ്ങളൊന്ന് പെട്ടെന്ന് ആവർത്തിക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ. അതായത് പിന്നെ ഉസ്താദ് പറഞ്ഞിരുന്നു ഇത് ഇവര് സീക്രട്ടായിട്ട് നിക്കാഹ് കഴിച്ചു, മാലിക്കി മദ്ഹബിൽ വെച്ചുകൊണ്ട് സീക്രട്ടായിട്ട് നിക്കാഹ് കഴിച്ചു. അതിനുശേഷം പിന്നീട് പരസ്യപ്പെട്ടാൽ, അതായത് പരസ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞപ്പോ ഫംഗ്ഷനിലൂടെ പരസ്യപ്പെട്ടാലായിരുന്നു പറഞ്ഞത്. ഫംഗ്ഷനിലൂടെ പരസ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് നിക്കാഹ് ചെയ്യാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് അങ്ങനെ പിന്നെ ഒരു നിക്കാഹിൽ നിന്നും കല്യാണത്തിൽ നിന്ന് ആളുകളെ വിളിക്കാതെ ഇത് ഈ പിന്നെ വരന്റെയും അതേപോലെ തന്നെ വധുവിന്റെ ഉപ്പയുടെയും വക്കൽ നിന്നിങ്ങനെ ആളുകൾ അറിഞ്ഞു, അങ്ങനെ പരസ്യപ്പെട്ടു എല്ലാവരും. അതായത് അവർ 2 പേരുടെ അടുത്തുനിന്ന് മാത്രം സംസാരിച്ചിട്ട് സാക്ഷികളൊന്നും എല്ലാവരും അങ്ങനെ അങ്ങ് അറിഞ്ഞു. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീട്ടിൽ കൂടാമോ എന്നുള്ളതാണ് ചോദ്യം.
അതോടൊപ്പം തന്നെ ഹദ് അടിയെക്കുറിച്ച് സംസാരിച്ചു. ഈ ഹദ് അടി ഇപ്പോ നമ്മുടെ അതുപോലെ എറിഞ്ഞു കൊല്ലലൊക്കെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് അതിന് വല്ല ഇതും ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എന്നാലും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2 ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും. ചോദ്യം മനസ്സിലായി. മാലിക്കി മദ്ഹബ് അനുസരിച്ച് സഹീഹായ നിക്കാഹിനെ പിന്നീട് പരസ്യപ്പെടുത്തണമെന്ന ഇഅ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സാക്ഷികളെ വിളിച്ചു വരുത്തിയിട്ട് ഇവർ 2 പേരും കൂടി സംയുക്തമായിട്ട് പറയാം ഞങ്ങൾ ഇങ്ങനെ നിക്കാഹ് നടന്നിട്ടുണ്ട്. ഇവരുടെ കാട്ടിക്കൂട്ടിൽ കണ്ട് പുറം ലോകം മനസ്സിലാക്കിയാൽ പോരാ. നിങ്ങളുടെ ചോദ്യം അങ്ങനെയാണ്. ഇവരുടെ കാട്ടിക്കൂട്ടിൽ ഇവരുടെ ടെലിഫോൺ ശൃംഗാരം മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവർ തമ്മിൽ ഈജാബും കബൂറും നടക്കുന്ന സമയത്ത് അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു അല്ലെങ്കിൽ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ പിന്നീട് ആരോ കണ്ടുപിടിച്ചു. അപ്പൊ ഇവർ തമ്മിൽ നിക്കാഹ് നടന്നിക്കണല്ലോ എന്നുള്ളത് പിന്നെ ആളുകൾ മനസ്സിലാവും. അങ്ങനെ പോരാ. അങ്ങനെ ഒരു അവിചാരിതമായ ആ ഒരു പരസ്യപ്പെടൽ ഉണ്ടായാൽ പോരാ. ഇവര് ഔപചാരികമായിട്ട് തന്നെ 2 പേരും സംയുക്തമായിട്ട് 2 സാക്ഷികളെ വിളിച്ചിട്ട് അവരോട് വിവരം ധരിപ്പിക്കണം. വെവ്വേറെ ആണെങ്കിൽ 2 ആളും ഈ 2 വീതം ആളുകളെ വിവരം ധരിപ്പിക്കണം. അതുതന്നെ വിധവയായ പെണ്ണാണെങ്കിൽ 6 സാക്ഷികളെ ഏറ്റവും ചുരുങ്ങിയത് വിവരം ധരിപ്പിക്കണം. അവർ നീതിമാന്മാരായിരിക്കണം എന്നാണ്. ഈ നീതിമാന്മാരായ ആളുകൾ കിട്ടാനില്ലെങ്കിൽ 30ഓ 40ഓ അങ്ങനെ വർദ്ധിച്ച എണ്ണം ആളുകളെ വിവരം ധരിപ്പിക്കണം എന്നാണ്. ഇനി അതിന്റെ സ്ഥാനത്ത് വലീമത്ത് പോലുള്ള ഫംഗ്ഷനുകൾ നടത്തിയിട്ട് ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് ഞങ്ങൾ നിക്കാഹിന് വേണ്ടി ഇങ്ങനെ വലീമത്ത് പറഞ്ഞാൽ വെറുതെ ഒരു സദ്യ ഉണ്ടാക്കിയാൽ പോരാ. ആൾക്കാരൊക്കെ പെരേക്ക് വിളിച്ചു വരുത്തുക. എന്നിട്ട് നല്ല കുഴിമന്തി ഉണ്ടാക്കിയാണ്ട് വളർത്തി കൊടുത്താൽ പോരാ. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ കല്യാണത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കണം. അപ്പൊ ആളുകൾക്കൊക്കെ ആ നിലക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഇഖ്ബാർ, ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെ ബോധപൂർവമായി ഉണ്ടാകുന്ന ഒരു അറിയിപ്പ് അങ്ങനെ തന്നെ നടക്കണം. അതിന്റെ ഭാഗമായി നടക്കുന്ന കല്യാണ സദ്യ അല്ലെങ്കിൽ സാക്ഷികളെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കാം. അങ്ങനെ തന്നെ ആവണം. അല്ലാതെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ അങ്ങനെ 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 അറിഞ്ഞു പോയാൽ പോരാ കേട്ടോ. പിന്നെ ഹദ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ജായിസാവാതെ അഥവാ സാക്ഷികളെ നിർത്താതെ ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർ തമ്മിൽ വിവാഹബന്ധം ഏർപ്പെടുത്തപ്പെടണം, ഹദ്ദടിക്കപ്പെടണം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ആ നിയമം ഇല്ല. നമ്മുടെ നാട്ടിൽ ആ നിയമം ഇല്ലെങ്കിൽ അപ്പൊ ഹദ്ദടിക്കപ്പെടില്ല. ഇവിടെ ഇസ്ലാമിക ഭരണമില്ലല്ലോ. ഇസ്ലാമിക ഭരണം ഇല്ലാത്തതുകൊണ്ട് വ്യക്തികൾക്ക് ഹദ്ദടിക്കാൻ പറ്റൂല. അതുകൊണ്ട് അവർക്ക് ഹദ് നടപ്പിലാക്കാൻ പറ്റൂല. ഹദ് നടപ്പിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ പൂർണ്ണമായി തൗബ ചെയ്തിട്ട് അള്ളാഹുവിനോട് മാപ്പിരക്കുകയാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ സ്വീകരിച്ചേക്കാം എന്ന് മാത്രമേ നമ്മുടെ നാട്ടിലെ പരിസ്ഥിതിയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂ. അത് ആ വിഷയത്തിൽ മാത്രമല്ല. ഇപ്പൊ കള്ളുടിയന്മാർ എത്ര ആൾ നടക്കാറുണ്ട്, അവരെ ഹദ്ദടിക്കണ്ടേ? അതുപോലെ വ്യഭിചാരികൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലല്ലേ, അവരുടെ ഹദ് നടപ്പിലാക്കുന്നില്ലല്ലോ. അപ്പൊ അവരുടെയൊക്കെ തൗബ എങ്ങനെയാണ്? അത് അവരുടെ തൗബ അവര് സാധാ തൗബ ചെയ്യാൻ മറ്റ് ഭരണകൂടമില്ലാത്തത് കൊണ്ട് പിന്നെ ഹദ് നടപ്പിലാക്കുന്നില്ല എന്നുള്ള വ്യക്തികളെ കുറ്റമല്ല. അത് ഭരണകൂടത്തിന്റെ അഭാവത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം പ്രശ്നമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് ഈ വ്യക്തികൾക്ക് മാത്രം ബാധകമല്ല. അവർ ചെയ്യേണ്ടത് പൂർണ്ണമായ തൗബയിലൂടെ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട പൊതുമസല. പിന്നെ ഇപ്പൊ എന്താണ് ആവശ്യം കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും. ഒരു ദാഇയുടെ ഒരു വിഷയം, അതായത് നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിവാഹത്തിന്റെ മുന്നേ ഈ വധുവരന്മാര് സംസാരം, ടൂറ് പോലത്തെ വിഷയങ്ങളിലൊക്കെ ഒരു പരിഹാരം അല്ലെങ്കിൽ അത് കുറ്റത്തിൽ നിന്ന് ഒഴിവാകാം എന്നുള്ള ഒരു മാർഗമായി പറഞ്ഞു കൊടുത്ത ഒരു വിഷയമാണല്ലോ നമ്മുടെ ഈ ചർച്ചയ്ക്ക് ആധാരം. അതിൽ അൽഹംദുലില്ലാഹ് ഉസ്താദ് പിന്നെ അത് ഒരിക്കലും നമുക്കൊരു ഒരു ഇമാമിന്റെ അഭിപ്രായ പ്രകാരം അതിനൊരു മാർഗമില്ല, അത് തെറ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കി തന്നു. കൂട്ടത്തില് പിന്നെ അതിൽ വന്ന മറ്റൊരു വിഷയമാണ് ഈ സാങ്കേതികമായിട്ടുള്ള ഈ ടെലിഫോണിന്റെ ഉപയോഗം. ടെലിഫോണിലൂടെ പറഞ്ഞാൽ മതി എന്നുള്ളത്. അതിൽ കൂടെ കൂടുതൽ ഉസ്താദ് അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് സംസാരിച്ച് പറഞ്ഞു. അതും കൂടെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ ഇത് പൂർത്തിയാകും. കൂട്ടത്തിൽ ഒരു വിഷയം കൂടെ പറഞ്ഞു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട്
മറ്റൊരു സംസാരം കൂടി കേൾക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം രഹസ്യമായിട്ട് സാക്ഷികളെ വെച്ചിട്ട് ഒരു നിക്കാഹ് നടത്തുക, ശേഷം കാര്യപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് തങ്ങന്മാര് നാട്ടിലൊക്കെ ചെയ്യുന്ന മാതിരി ഒരു നിക്കാഹും കൂടെ നടത്തിയാൽ മതി. അതിന് എതിരിലാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ ഒരു നിക്കാഹ് നടന്നിട്ട് വീണ്ടും നിക്കാഹ് നടക്കുക എന്നുള്ളൊരു വിഷയം കൂടെ അവിടെ വന്നു. അതുകൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. പിന്നെ സാക്ഷി എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷയം കണ്ട ആളുകളല്ലേ സാക്ഷിയാക്കുക, അതല്ലാതെ മറ്റുള്ള ആളുകൾ നമ്മൾ കോടതിയിലൊക്കെ നമ്മൾ ഇവിടെ റെക്കോർഡിന് വേണ്ടി കൊണ്ടുവരുന്ന പോലെ ഈ കൊണ്ടുവരലും സാക്ഷിയിൽ പെടുമോ? അസ്സലാമു അലൈക്കും. വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മളെ ബിനഹൈദുർ ഉസ്താദിന്റെ ചോദ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ പരിതസ്ഥിതിയിൽ സാക്ഷികളെ കുറിച്ച് ഷാഫി മദ്ഹബിന്റെ നിബന്ധനകളൊക്കെ മേളിച്ച ഒരു സ്വകാര്യ നിക്കാഹ് നടത്താം. അതിനുശേഷം പിന്നെ നാട്ടുകാരെയും ജനങ്ങളെയും പൊതുജനങ്ങളെയും ആലിമീങ്ങളെയും സയ്യിദന്മാരെയും കുടുംബക്കാരെയും സ്നേഹിതന്മാരെയും സഹപാഠികളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഔദ്യോഗികമായിട്ട് നിക്കാഹ് നടത്താം. ഈ രണ്ടാം നിക്കാഹിന്റെ മതപരമായ വിധി ആദ്യം പറയാം. അത് ലഹ്വാണ്. ലഹ്വ് എന്ന് പറയും. ലഹ്വ് എന്ന് പറഞ്ഞാൽ അതൊരു നിരർത്ഥകമായ ഒരു പാഴ്വേല എന്നേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഒരു നിരർത്ഥകമായ പാഴ്വേല. അവരെ വിളിച്ചു വരുത്തിയിട്ട് നല്ല വിവാഹ സദ്യ ഉണ്ടാക്കി കൊടുത്താൽ അത് കുഴപ്പമില്ല, അത് നല്ല പരിപാടിയാണ്. അതേസമയത്ത് ഈ നിക്കാഹ് ഇങ്ങനെ ഒരു അഭിനയം നടത്തുക എന്നുള്ളത് നിരർത്ഥകമായ ഒരു പാഴ്വേലയാണ്. പാഴ്വേലയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ എന്താണ്? വല്ലദീഹും അനിൽ ലഹ്വി മുഅ്രിദൂന. മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താ വെച്ചാൽ അത്തരം ലഹ്വുകളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. വല്ലദീനഹും അനിൽ ലഹ്വി മുഅ്രിദൂൻ, അല്ലേ? വല്ലദീനഹും അനിൽ ലഹ്വി മുഅ്രിദൂൻ. ലഹ്വിനെ തൊട്ട് പുറംതിരിയുന്നവരാണ് മുഅ്മിനീങ്ങൾ. അവരെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പണ്ട് ത്വലാഖ് പ്രശ്നം ഉണ്ടായല്ലോ, ത്വലാഖ് സംവാദം ഉണ്ടായല്ലോ. നമ്മൾ ഉസ്താദുമാരും അതുപോലെ തന്നെ എപിക്കാരും തമ്മിൽ ത്വലാഖ് സംവാദം ഉണ്ടായല്ലോ. അന്ന് എപിക്കാര് ജനങ്ങളുടെ മുമ്പിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യം, ഫായിൽ കൂടാതെ ക്രിയാപദം കൊണ്ട് ത്വലാഖ് ചൊല്ലിയാൽ ത്വലാഖ് പോകൂല എന്നാണ്, നിങ്ങളെ ഭാര്യമാരെ ത്വലാഖ് ഇല്ലോ? കാരണം ലഹ്വാണല്ലോ. അതുകൊണ്ട് ത്വലാഖ് പോലെ ലഹ്വ പേടിച്ചാതെ നിങ്ങൾ ത്വലാഖ് ചെല്ലാൻ തയ്യാറുണ്ടോ? പല ഭാഗത്തുനിന്ന് എപിക്കാരുടെ ഭാഗത്തുനിന്ന് വന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമ്മൾ കൊടുത്ത മറുപടിയാ വല്ലദീനഹും അനിൽ ലഹ്വി മുഅ്രിദൂൻ. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ലഹ്വിൽ നിന്ന് പുറംതിരിയുന്നവരാണ്. അതുകൊണ്ട് ഭാര്യമാരെ ത്വലാഖ് പോകൂല എങ്കിലും വെറുതെ ഇങ്ങനെ നിന്റെ തലാഖ് ചൊല്ലി ഫായിൽ കൂടാതെ ചെല്ലാനൊന്നും ഞങ്ങൾ പോകില്ല. കാരണം മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലദീനഹും അനിൽ ലഹ്വി മുഅ്രിദൂൻ. ലഹ്വിനെ തൊട്ട് പുറംതിരിയുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഞങ്ങളാ മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളോട് ആ ലഹ്വ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെയ്യൂല, ത്വലാഖ് പോകൂല എങ്കിലും ഞങ്ങൾ ത്വലാഖ് ചൊല്ലൂല എന്ന് നമ്മളെ ഉസ്താദുമാരന്ന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നതുപോലെ ഇതൊരു ലഹ്വാണ്. ആ ലഹ്വ് നിരർത്ഥകമായ ലഹ്വ് എന്തിനാ നമ്മൾ ചെയ്യണത്? ഒന്ന്. രണ്ടാമത് അത് ജനങ്ങളെ പറ്റിക്കലല്ലേ. ഇവര് രഹസ്യമായിട്ട് നിക്കാഹ് നടത്തിയിട്ട് അത് പൊതുജനം അറിയാതെ പൊതുജനത്തെ കബളിപ്പിക്കലല്ലേ. അത് വളരെ മോശമല്ലേ. എത്ര നാൾ ഇപ്പൊ പാണക്കാട് നിന്ന് സയ്യിദ് ഹൈദരലി ഷാബ് തങ്ങളെയാണ് ഇപ്പൊ നമ്മൾ വിളിക്കുന്നത്. തങ്ങൾക്ക് 100 കൂട്ടം ഷുഗലുകളുണ്ടാവും. ആ ഷുഗലുകളെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു ഉത്തരവാദപ്പെട്ട ആള് എന്ന നിലക്ക് തന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ചിട്ട്, അല്ലെങ്കിൽ മഹല്ല് ഖാദി എന്ന നിലക്ക് തങ്ങൾ വരികയാണ്. തങ്ങൾ വന്നുകാണ്ട് നിക്കാഹ് നടത്തി ഈ ഒരു പൊട്ടപ്പണിക്ക് തങ്ങൾ ഏർപ്പാടാക്കുക, അത് ഈ പള്ളിക്കത്ത് ഉസ്താദിനെ ഏർപ്പാടാക്കുക, കമ്മിറ്റിക്കാരെ ഏർപ്പാടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കാര്യമല്ലേ. ആ നിലക്ക് അതിനെ തികച്ചു നമ്മൾ എതിർക്കണത്. അത് തെറ്റാണത്, തെറ്റെന്നെ പറയണം. അത് ആ നിലക്ക് അത് ഹറാമായി വരും എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്, അല്ലേ? അപ്പൊ അതിനാണ് നമ്മളെ മുൻഗാമികളൊക്കെ എന്ത് പറഞ്ഞത്? നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വകാര്യമായിട്ട് ചെയ്യുന്നു വേണ്ട, അതൊക്കെ എല്ലാരും അറിയട്ടെ, വളരെ പരസ്യമായിട്ട് ആൾക്കാരെ അറിഞ്ഞുകൊണ്ട് നടത്തിയാൽ മതിയോ. വന്ന ഈ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ. വളരെ സ്വകാര്യമായിട്ട് നിക്കാഹ് നടത്തിയിട്ട് പിന്നെ ആ നിക്കാഹ് നടന്ന കാര്യം ഇങ്ങനെ പരസ്യപ്പെടുത്തണം. ഞങ്ങളിങ്ങനെ സ്വകാര്യമായിട്ട് നിക്കാഹ് നടന്നിട്ടുണ്ട്, അത് എന്റെ വലീമത്ത് സദ്യ തരാണ്, അതെല്ലാരും കൂടിക്കൂടി അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ല നിക്കാഹ് വളരെ സ്വകാര്യമായിട്ട് നിക്കാഹ് നടത്തുക, എന്നിട്ട് അതൊന്നും പറയാതെ വലീമത്ത് സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ജനങ്ങൾ പൊട്ടന്മാരല്ല. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും വലിയ ബുദ്ധിമാന്മാരാണ്. അപ്പൊ അവരുടെ അടുത്ത് നേട്ടം കിട്ടും. അതുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഒരു പുരുഷൻ 10-25 കൊല്ലം ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ നടക്കുക. ഒരു സുപ്രഭാതത്തിലുണ്ട് ഓന്റെ ബൈക്കുമ്പോ വേറൊരു അന്യ പെണ്ണിനായിട്ട് ഇങ്ങനെ മുട്ടിരുമ്മിക്കാണ്ട് യാത്ര ചെയ്യണം.
പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിന്റെ നടുവില്. ഇത് പൊതുജനം കണ്ടിട്ടുണ്ടെങ്കിൽ അടി കിട്ടൂലേ? ഞങ്ങൾ സ്വകാര്യമായിട്ട് നിക്കാഹ് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അംഗീകരിക്കൂല. ആൾക്കാർ നമ്മളെക്കാളും വലിയ ബുദ്ധിമാന്മാരാണ്. അപ്പൊ അതുകൊണ്ട് ആ ഏർപ്പാടുകളൊക്കെ മോശപ്പെട്ട ഏർപ്പാടുകളാണ് എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ വേറെ ഇഷ്കാലുണ്ട്. എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിക്കാഹ് അറബിയിലൊന്ന് ചൊല്ലിക്കൊടുക്കും, പിന്നെ മലയാളത്തിലും ചൊല്ലിക്കൊടുക്കും. അപ്പൊ അവർ രണ്ട് നിക്കാഹ് നടക്കണില്ലേ, രണ്ടാമത്തെ ലവല്ലേ എന്നതാണ്. അത് രണ്ടാമത്തെ ഇത് തെയ്ക്കീദിന് വേണ്ടിയുള്ള നിക്കാഹാണത്. തെയ്ക്കീദ് ഒന്നാമത്തെ നിക്കാഹിന് ഒരു അത് അറബി ആയതുകൊണ്ട് സാധാരണക്കാർക്ക് അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ അർത്ഥം അറിയാതെ പദം മാത്രം ചൊല്ലിയാൽ നിക്കാഹ് സഹീഹാകുമോ ഇല്ലേ എന്നുള്ള ചില ശുബഹകൾ അതിലുണ്ട്. ഒന്ന്. രണ്ടാമത് അറബിയിലുള്ള വാക്കുകളുടെ അക്ഷരങ്ങൾ ചിലപ്പോൾ ശരിയായ രൂപത്തിൽ ഇപ്പൊ ബിൻഹൈദുൽ ഉസ്താദിനെ പോലത്തെ ആൾക്കാരൊക്കെ കണ്ട അവര് ചൂടാവും. അവരെ പോലത്തെ ഈ തജ്വീദിന്റെ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമാണ് ഈ മഹ്റജ് തെറ്റിയാല്. നമ്മളെ നസറുദ്ദീൻ ഉസ്താദിനെ പോലത്തെ ആൾക്കാർക്കൊക്കെ മഹ്റജ് തെറ്റിയ ഭയങ്കര ദേഷ്യമാണല്ലോ. ഫുഖഹായിന്റെ അടുക്കല് ചിലപ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ മുജവ്വിദീങ്ങളുടെ അടുക്കൽ അത് ഭയങ്കര സബുൽ മുബിക്കാത്തേക്കാർ. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കൊണ്ടൊക്കെ കുൽഹുവല്ലാഹ് ഓദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 100 കൂട്ടം തെറ്റുകൾ ഒരു പറയാനുണ്ടാവും. പക്ഷെ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഓരെടുക്കുന്നത് ഭയങ്കര ഓരോ ഫന്നിന്റെ ആൾക്കാർക്ക് ആ ഫന്നിന് ഭയങ്കര തീവ്രതയിക്കാരം. അപ്പൊ ആ നിലക്ക് അവരൊക്കെ ചൂടാവും. അപ്പൊ അങ്ങനെ മഹ്റജൊക്കെ തെറ്റി കണ്ടൊക്കെ ഉച്ചരിച്ച് സൗവജിത്തുക്കാന്നുള്ളടത്ത് പല കോലത്തിലൊക്കെ സൗവജിത്തുക്കാന്നുള്ളടത്ത് എന്തെല്ലാം ഇപ്പൊ നമ്മളൊക്കെ സാധാരണ നിക്കാഹ് കൊടുക്കണല്ലേ, ഓരോ നാടന്മാർ ചെറുതായിട്ടുണ്ടെങ്കിൽ മനസ്സിന് പിരാന്തടിച്ചും ചിലപ്പോ ചെറിയ സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇത് സഹീഹാണോ ഇല്ലേ എന്നുള്ള ഇഷ്കാല് നിലനിൽക്കുമ്പോ അവിടെ എഹ്തിയാത്തിന് വേണ്ടി, അതുപോലെ തന്നെ തെയ്ക്കീദിന് വേണ്ടി നിക്കാഹിന്റെ പദങ്ങൾ ആവർത്തിക്കാം. ഇപ്പൊ സൗവജിത്തുക്ക വാങ്കഹത്തുക്ക എന്ന് പറയുന്നത് എന്തിനാ? സൗവജിത്തുക്ക എന്ന് പറഞ്ഞാൽ തന്നെ നിക്കാഹ് പൂർത്തിയായല്ലോ. അങ്കഹത്തുക്ക ബിന്ദി ഫുലാന ബി മഹരി കഥ എന്ന് പറഞ്ഞാൽ തന്നെ നിക്കാഹ് പൂർത്തിയായി. പിന്നെ എന്തിനാ അവിടെ സൗവജിത്തുക്ക അങ്കഹത്തുക്ക എന്ന് പറയുന്നത് എന്തിനാ? അത് തൈക്കീദിന് വേണ്ടിയാണ്. അഥവാ ആദ്യ വാചകത്തെ ഒന്നുകൂടി ബലപ്പെടുത്തി പറയാൻ വേണ്ടിയാണ്. അതുപോലെ എഹ്തിയാത്തിന് വേണ്ടി ഈ ആദ്യം നടന്ന വാചകത്തിൽ എന്തെങ്കിലും നിക്കാഹിന്റെ സിഹത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള ദുരൂഹത നീങ്ങിക്കിട്ടാൻ വേണ്ടി നടത്തുന്ന മലയാളത്തിൽ നിക്കാഹാണ്. അതൊരിക്കലും തന്നെ നമ്മൾ ഈ ചർച്ചയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏതൊരു ഫുലാന്റെ ക്ലിപ്പ് കേട്ടു, അയാൾ പറയുന്നുണ്ട് നിക്കാഹ് സ്വകാര്യമായിട്ട് നടത്തിയിട്ട് പിന്നെ പരസ്യമായിട്ട് വേറെ നിക്കാഹ് നടത്തിക്കോ. അപ്പോ അങ്ങനെ നിക്കാഹ് നടത്തുന്നത് മോശല്ലേ എന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ 2 നിക്കാഹ് നടക്കണില്ലേ, ആദ്യം അറബിയിലും പിന്നെ മലയാളത്തിലും. അപ്പൊ അതേമാതിരി തന്നെയാണ് ഇതും എന്ന് പറയുന്ന ഒരു ഫുലാന്റെ പ്രസംഗം ഒരു ക്ലിപ്പ് പകർത്തി കേട്ടു. അത് അയാളുടെ ആ നിരീക്ഷണം തീർത്തും തെറ്റാണ്. അതൊരിക്കലും തന്നെ ഒയർ മുവാഫക്കാണ്, യോജിക്കാൻ സാധ്യമല്ല. അത് ഇതുമായി ബന്ധപ്പെട്ടില്ല. അത് തെയ്ക്കീദിന് വേണ്ടിയും എഹ്തിയാത്തിന് വേണ്ടിയും നടത്തുന്ന നിക്കാഹിനെ ഈ പറഞ്ഞ വിഷയവുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് അല്ലെങ്കിൽ ഖിയാസാക്കുന്നത്, അതിനോട് താരതമ്യം ചെയ്യുന്നത് തികച്ചും ശരിയല്ല, തെറ്റാണ് എന്നാണ് പറയാനുള്ളത്. പിന്നെ എന്തേലും പറഞ്ഞത്, പിന്നെ ബിൻഹൈദുൽ ഉസ്താദ് എന്തോന്ന് പറഞ്ഞല്ലോ, അത് ഓർമ്മയിട്ടില്ല. ഞാൻ മൈക്കിൾ റിലീസ് നിങ്ങളൊന്നുകൂടി മൈക്കിൾ പറഞ്ഞാൽ മതി. അത് മറ്റെന്ന് പറഞ്ഞത് സാക്ഷി എന്ന് പറയുന്നത് പിന്നെ ഒരു സംഭവം നടന്ന് കാണുന്ന ഒരാളല്ല സാക്ഷി. അപ്പോ ഈ മലിക് മദ്ഹബിന്റെ ഒക്കെ കാര്യം പറഞ്ഞ സമയത്ത് പിന്നെ സാക്ഷികൾ ഹാജരാക്കാന്ന് പറഞ്ഞത് അതെങ്ങനെ അല്ലാത്ത ആളുകളൊന്ന് സാക്ഷിയാക്കലോ? എന്താണ് അതിന്റെ രൂപം? വളരെ നല്ലൊരു ചോദ്യമാണ്. ഞാൻ ആ ചോദ്യം നമ്മളെ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട ഉസ്താദുമാരുമായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്. അതായത് ഈ അഖദിന്റെ സന്ദർഭത്തിൽ സാക്ഷി നിർത്തുക എന്ന് പറയുന്നതും പിന്നീട് സാക്ഷി നിർത്തുക എന്ന് പറയുന്നതും തമ്മിൽ 2 അർത്ഥത്തിലാണ് മാലിക്കും അത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉസ്താദുമാര് ആ ഇബാറത്തുകളൊക്കെ ജംഅ് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞ മറുപടിയാണ് ഞാനിപ്പോ പറയുന്നത്. അഖദിന്റെ സമയത്ത് ആ നിലപാട്, ആ ചടങ്ങ് കാണുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്ത് കൊണ്ടാണ് സാക്ഷി നിൽക്കേണ്ടത്. അതേസമയത്ത് പിന്നീട് പറയാൻ പരസ്യപ്പെടുത്താനേ ഉള്ളൂ. പിന്നീട് സാക്ഷി നിർത്തുക എന്ന് പറഞ്ഞാൽ 2 ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് വിവരം ധരിപ്പിക്കുക. അതാണ് ശറഹ് മുസ്ലിമിന്റെ ഇബാറത്തിൽ ഇഅ്ലാനു എന്നാണ് അല്ലെ, യുസ്തറത്തുൽ ഇഅ്ലാനു ദൂന ഷഹാദത്തീന. സാക്ഷി നിൽക്കേണ്ടതില്ല, പരസ്യപ്പെടുത്തിയാൽ മദീന. അപ്പൊ പരസ്യപ്പെടുത്തുക എന്ന അർത്ഥത്തിലാണ് അവർ പിന്നീട് ഇഷ്ഹാദ് എന്ന വാക്കിനെ ഉപയോഗിക്കുന്നത് എന്നാണ്
അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഇബാറത്തുകളൊക്കെ ജംഅ ചെയ്തുകൊണ്ട് നമ്മൾ ഉസ്താദുമാർ അതിന് മറുപടി നൽകിയത്. ആ മറുപടി നിങ്ങളെ ചോദ്യത്തിൽ ഞാൻ തരാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകുമുല്ലാഹു ഖൈറൻ. ബഹുമാനപ്പെട്ട എം ടി ദാരിമി ഉസ്താദ്, വളരെ മനോഹരമായ ക്ലാസ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തു. സത്യം പറഞ്ഞ ഒറ്റ പരാജയമേ ഉള്ളൂ, നമ്മൾക്ക് ചോദ്യം ചോദിക്കാൻ ഉസ്താദ് ഒന്നും ബാക്കി വെച്ചില്ല. അത്തരത്തിലുള്ള ക്ലാസ് ആയിരുന്നു. വളരെ മനോഹരമായി, വളരെ നല്ല രീതിയിൽ. കുറച്ച് വൈകി ഞാൻ എത്താൻ വേണ്ടിയിട്ട്, എന്നാലും വളരെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദ്മാർക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും ബർക്കത്തും പ്രദാനം ചെയ്ത് കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് സാന്ദ്രമായി ദുആ ചെയ്യുന്നു. ഉസ്താദെ, ഒരു ചെറിയ എന്നാലും ഒരു ചോദ്യം. നമ്മൾ അല്ലിസ്റ്റിക്കാമയിലെ വാഫി ഉസ്താദൊക്കെ വല്ല പ്രതീക്ഷയിൽ വന്നതാണ്. നിങ്ങൾ ആ പ്രതീക്ഷയിലൊക്കെ വെള്ളം കോരി ഒഴിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഒരു ചെറിയ ചോദ്യം ഉസ്താദെ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എന്തായാലും ഞങ്ങൾ വിളിക്കും, വിളിക്കണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വിളിക്കും. അതുകൊണ്ട് ഉസ്താദെ, മാലിക്കി മദ്ഹബ് പ്രകാരം സാക്ഷികളില്ലാതെ ടെലിഫോണിൽ കൂടി മെല്ലെ നിക്കാഹ് കഴിച്ചിട്ട് എന്തായാലും വിളിക്കും. വലിയ ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ചെറിയ ഹറാം എന്നുള്ള നിലക്ക് മാലിക്കി മദ്ഹബിലെ നിക്കാഹ് കഴിച്ചിട്ട് വീണ്ടും ഷാഫി മദ്ഹബിലേക്ക് തന്നെ വന്നിട്ട് ചെറുങ്ങനെ സംസാരിച്ചാൽ എന്തായാലും ഞങ്ങൾ വിളിക്കും. ഒരു മദ്ഹബിലും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും നമ്മൾ വിളിക്കും. അപ്പൊ അതിന് ചെറിയ വലിയ ഹറാമെന്ന് കുറച്ച് അളവ് കുറച്ച് ചെറിയ ഹറാമാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്കൗണ്ട് പോലെ എന്തെങ്കിലും ഉണ്ടാകുമോ? കാരണം മൈക്ക് റിലീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു ടെക്സ്റ്റിൽ നമ്മള് ജിഷാൻ മാഹിയുടെ ഒരു ചോദ്യവും വരുന്നുണ്ട്. ഇപ്പൊ ഈ രണ്ട് സാക്ഷികളില്ലാതെ നിക്കാഹ്, പിന്നീട് സാക്ഷികളോട് കൂടിയുള്ള നിക്കാഹ്. അപ്പൊ ഈ മെഹറിന്റെ വിഷയം, രണ്ടിനും മെഹർ വേണോ അല്ല ഒരിക്കൽ മെഹർ മതിയോ? മൈക്ക് റിലീസ് ചെയ്യുന്നു. രണ്ടാമത്തെ ചോദ്യത്തെ ഞാൻ മുകളിലേക്ക് എടുക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പേര് പറയാ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. വത്തഖുല്ലാഹ ഹഖ്ഖ തുഖാത്തിഹ എന്നെ അതിന് മറുപടി ഒരാളത്. കുറച്ചൊക്കെ പടച്ചോനെ പേടിയാണേ. അല്ലാത്തവർക്ക് എന്തിനാ ഇപ്പൊ നിക്കാഹിന്റെ ആവശ്യം? അവർക്ക് അതിന് മുമ്പ് തന്നെ പലതും ചെയ്തൂടെ? ഇതുകൊണ്ട് അവർക്ക് അനുവദനീയമാകുന്ന ഒരു രൂപം നമ്മൾ ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല. സഹീഹായ നിക്കാഹ് നടക്കുക ഷാഫി മദ്ഹബ് പ്രകാരം, അതിനാവശ്യമായ നിബന്ധനകളൊക്കെ സംഘടിപ്പിക്കാം. മാലിക്കി മദ്ഹബ് അനുസരിച്ചാണെങ്കിൽ വളരെ സുഖല്ലേ? മാലിക്കി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് അവർ നിക്കാഹ് നടത്തുക, എന്നിട്ട് രണ്ട് സാക്ഷികളെ വിളിച്ചു വരുത്തിക്കാണ്ട് വിവരം പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ ഇവർ ഈ നിക്കാഹ് നടത്തുന്ന സമയത്ത് രണ്ട് സാക്ഷികൾ അവിടെ എത്തിയാൽ പോരെ? എന്നിട്ട് അവർക്ക് ജീവിച്ചാൽ പോരെ? പക്ഷെ അങ്ങനെ ആവുമ്പോൾ നാട്ടിൽ പ്രശ്നമാവും. അത് കുടുംബകലഹത്തിന് കാരണമാവും, പല പ്രശ്നങ്ങൾക്കും കാരണമാവും. അതൊക്കെ വേറെ ചിന്തിക്കേണ്ടതാണ്. അപ്പോ അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ തൽക്കാലം ക്ഷമിക്കുക. വസ്ബിറു വസ്വാബിറു വറാബിത്തു, എന്നെ മറുപടിയാണ്. ക്ഷമിക്കുക, ക്ഷമ കൊണ്ട് മറികടക്കുക. വറാബിത്തു, വളരെയധികം മുറാബത്ത് ചെയ്യുക, വളരെ ദുഷ്കം പാലിച്ച് ജീവിക്കുക. അത്രേ ഇതിനെ പറ്റി പറയാനുള്ളൂ. ഇത് രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മഹർ, അത് നിർബന്ധമാണ്. മാലിക്കി മദ്ഹബ് അനുസരിച്ച് നമ്മളെ മദ്ഹബിനെക്കാട്ടിലും കൂടുതൽ വിപുലമായ ഒരുപാട് നിബന്ധനകൾ മഹറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ കരുതാത്തതുകൊണ്ട് ഞാൻ മൈക്ക് പോയിട്ടുണ്ട്. എം ടി ദാരിമി ഉസ്താദ് കേൾക്കണ്ട? എം ടി ദാരിമി ഉസ്താദ് കേൾക്കണ്ട? ഉസ്താദൊന്ന് ബൗൺസ് ചെയ്യേണ്ടി വരും. അപ്പോ ജിഷാൻ മായ ഒരു പക്ഷെ തെറ്റിദ്ധരിച്ചായിരിക്കാം. ഈ രണ്ടാമത് സഹീഹായ നിക്കാഹ് നടന്നതിന് ശേഷം പിന്നീട് സാക്ഷികൾ നിർത്തുക എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു നിക്കാഹ് ആവർത്തിച്ചതിന് ശേഷം ആവർത്തിക്കുകയും അതിൽ സാക്ഷികളെ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചത്. അങ്ങനെയല്ല മാലിക്കി മദ്ഹബ് പറയുന്നത്. രണ്ടാമതൊരു നിക്കാഹ് നടക്കുന്നില്ല. നിക്കാഹ് മാലിക്കി മദ്ഹബ് അനുസരിച്ച് ഒന്നേ നടക്കുന്നുള്ളൂ. പക്ഷെ നടന്ന വിവരം പിന്നീട് സാക്ഷികളെ വിളിച്ചു വരുത്തിക്കാണ്ട് അറിയിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സാക്ഷി. അവിടെ മഹർ പറയുന്ന പ്രശ്നം വരില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ നിക്കാഹ് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഈ പെണ്ണിന്റെ വലിയും അതുപോലെ തന്നെ പുതിയാപ്പിളി തമ്മിൽ സാക്ഷികളെ വിളിച്ച് പറയുന്നത്, പിന്നത്തെ അവിടെ മഹറിന്റെ പ്രശ്നം വരുന്നത്. രണ്ടാമതൊരു നിക്കാഹിന്റെ പ്രശ്നം വരുന്നില്ല. രണ്ടാമത് നിക്കാഹ് നടത്തുക എന്നല്ല മാലിക്കി മദ്ഹബ് പറയുന്നത്. മറിച്ച് രണ്ടാമത് ഇശ്ഹാദ് ചെയ്യുക എന്നാണ്. ഇശ്ഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാക്ഷികളോട് വിവരം വിളംബരപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ നിക്കാഹിന്റെ ആവർത്തനം വരുന്നില്ല. അപ്പോ അതൊരു തെറ്റിദ്ധാരണയിൽ നിന്ന് വന്ന ചോദ്യമാവാനാണ് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് റിലീസ് ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അമീർ സാഹിബ് ഒന്ന് ക്ഷമിക്കുക, ഉസ്താദ്
പരാമർശിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇതാക്കുകയാണ്. സത്യത്തിൽ ഞാനത് ചോദിച്ചത് ആ ഭാഗത്ത് സംബന്ധിച്ചല്ല. അപ്പോ നേരത്തെ MT ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു ക്ലിപ്പിനെ സംബന്ധിച്ച് ഉസ്താദ് പറഞ്ഞല്ലോ, ഒരു ഫുലാന്റെ ക്ലിപ്പ് കേട്ടു. അത് സംബന്ധിച്ചാണ് ഞാൻ സത്യത്തില് പിന്നെ അവിടെ ചോദിച്ചത്. പിന്നെ ARCKP ആ ചോദ്യം ചോദിച്ചെന്ന് തോന്നുന്നു. ഈ പിന്നെ ധാർമ്മികമായി അത് ശരിയല്ല, വലിയ വലിയ തങ്ങന്മാരെ എന്നൊക്കെ പറഞ്ഞല്ലോ MT ഉസ്താദ് പറഞ്ഞല്ലോ. അത്തരം ആളുകളെ ആദ്യം രഹസ്യമായി കൊണ്ടുവന്ന് അതിനുശേഷം പിന്നീട് പരസ്യമായി ഇത്രയും ആളുകളെ കബളിപ്പിച്ചുകൊണ്ടൊരു നിക്കാഹ്, പിന്നെ അതൊരു ശരിയല്ല, ധാർമ്മികമായി ശരിയല്ല എന്ന് ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നാലും അങ്ങനെ കഴിക്കുന്ന സമയത്ത് പിന്നെ ആദ്യം ഒരു മഹർ, രണ്ടാമത് വീണ്ടും ഒരു മഹർ, അങ്ങനെ 2 മഹർ അപ്പോൾ വേണ്ടി വരില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലെ ഒറ്റ മഹർ തന്നെ മതിയോ എന്നാണ് ആ സമയത്ത് ഞാൻ ചോദിച്ചത്. അസ്സലാമു അലൈക്കും. അപ്പൊ ക്ലിയറായി. അത് ആ ഫുലാന്റെ ക്ലിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് വന്നതോടുകൂടി തന്നെ ആ ചോദ്യം വളരെ കൃത്യമായ ചോദ്യമായി മാറി. അതായത് പിന്നെ അയാൾ പറഞ്ഞതെന്താ വെച്ചാല്, ആദ്യം ഒരു സ്വകാര്യ നിക്കാഹ് ഷാഫി മദ്ഹബിന്റെ നിബന്ധനകളൊക്കെ മേടിച്ചാണ് നടത്തുക, പിന്നെ നാട്ടിലൊക്കെ വന്നിട്ട് വളരെ ഉഷാറായിട്ട് വമ്പം പരിപാടി നടത്തുകയാണ്. അപ്പൊ ഒരു നിക്കാഹിനെ വീണ്ടും ആവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ വേറെ മഹർ പറയൽ വരുന്നുണ്ടല്ലോ. ആ നിക്കാഹ് തന്നെ ലഘുവാണല്ലോ, അവിടെ ഒരു അഭിനയം മാത്രമാണ്. അപ്പൊ പിന്നെ അവിടെ മഹർ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും, ആദ്യത്തെ മഹർ പറഞ്ഞാലും രണ്ടാമത് മഹർ പറഞ്ഞാലും ഒക്കെ അത് നിരർത്ഥകമായ, അർത്ഥശൂന്യമായ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നിയമമോ വിധിയോ വരാത്ത ഒരു വെറുംപണി മാത്രമാണ്. ആ വെറുംപണിയിൽ അവർ പറഞ്ഞാലും ശരി പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, അതിന് ഒരു മതവിധിയും പറയേണ്ടതില്ല. നിരർത്ഥകം എന്നായിരുന്നു പറയേണ്ടതുള്ളൂ. അർത്ഥശൂന്യമായ ഒരു നടപടിക്രമം, ആളുകളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടി, അത്ര മാത്രമേ അതിനെപ്പറ്റി പറയാൻ പറ്റും. മഹർ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഒക്കെ കണക്കന്നെ. മൈക്കറിയിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായിരുന്നാലും പിന്നെ ചോദിക്കാൻ വന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടി ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ പറയുകയുണ്ടായി. അതുകൊണ്ട് ഇപ്പൊ ചോദ്യങ്ങളൊക്കെ ആസ്ഥാനത്തായി പോയി. ഏതായിരുന്നാലും മറ്റൊരു ചോദ്യം ഇപ്പൊ ചോദിക്കാനുള്ളത്, ഇപ്പോ വലിയില്ലാതെ ഒരു സാക്ഷിയും വരനും വധുവും മാത്രം ഒരു നിക്കാഹ് നടത്തിയാൽ അത് ശരിയാവുമോ? അങ്ങനെ ഏതെങ്കിലും മദ്ഹബ് ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും മദ്ഹബ് ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു നിക്കാഹ് സഹിയാകാൻ സാധ്യതയുണ്ടോ എന്നാണ് ഇനിയിപ്പോ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂ ഹംദ് എന്ന് പറഞ്ഞ സുഹൃത്ത് എന്തോ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അത് ആ PM-ന്റെ നഷ്ടപ്പെട്ടു വരുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൂടി PM ചെയ്യണമെന്ന് അറിയിക്കാം. നേരത്തെ DC ആയി പോയപ്പോ ഞാൻ അതൊക്കെ പാടാണ്ട് ക്യാൻസൽ ചെയ്തിരുന്നു. പിന്നെ വലിയ കൂടാതെ, വലിയ എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ രക്ഷിതാവില്ലാതെ പെണ്ണ് എന്തു പറയാ, ഞാൻ എന്നെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നു, അപ്പൊ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്ന നിക്കാഹ് ഹനഫി മദ്ഹബ് പ്രകാരം പെണ്ണ് വലിയ ഷർത്തല്ല എന്നാണ്. ഹനഫി മദ്ഹബ് പ്രകാരം അതിന് ചില ഇളവുകളുണ്ട്. പക്ഷെ ആ മദ്ഹബിന്റെ വിശദാംശം പഠിക്കാത്തത് കൊണ്ട് അതിന്റെ വിശദാംശം പറയാൻ കഴിയില്ല. അങ്ങനെ മദ്ഹബുണ്ട്. സാക്ഷികൾ വേണം, അതുപോലെ തന്നെ വരൻ വേണം, പെണ്ണും മതി. പക്ഷെ ആ പെണ്ണ് എങ്ങനത്തെ പെണ്ണായിരിക്കണം, എന്ത് പെണ്ണായിരിക്കണം എന്നൊക്കെ അതിന്റെ നിയമങ്ങളും കാര്യങ്ങളും, പിന്നെ അങ്ങനെ നിക്കാഹ് ചെയ്താൽ വേറെ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ അതൊക്കെ ആലോചിച്ചിട്ട് വേണം. അത് ആ മദ്ഹബിന്റെ വിശദാംശം ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് ആ ചോദ്യത്തിന് അങ്ങനെ ഒരു മദ്ഹബ് ഉണ്ടെന്ന് മാത്രം മറുപടി പറയുന്നു. ബാക്കി അതിന്റെ മുഅ്തബറാത്തുകളും ശുറൂത്തുകളും എന്തൊക്കെയാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് പിന്നീട് നോക്കിയിട്ട് പറയാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പറ്റിക്കാൻ വന്ന ആള് യഥാർത്ഥത്തില്
പറ്റിക്കാൻ തന്നെയാണോ അതല്ല നിങ്ങള് സൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണോ? ഈ പറ്റിക്കാൻ വന്ന ആള് യഥാർത്ഥത്തിൽ പറ്റിക്കാൻ വേണ്ടി വന്ന തന്നെയാണോ അതല്ല സൗണ്ട് ഇല്ലാത്തതാണോ? സൗണ്ട് ഇല്ലാത്ത പ്രശ്നമാണല്ലേ? നിങ്ങളൊന്ന് മൈക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മനുഷ്യനോട് ചോദിക്കാൻ പിന്നെ ശരിക്ക് വരിക, അപ്പൊ ശരിയാവും. നോ പ്രോബ്ലം. ഞാൻ അങ്ങനെ വായിച്ചു എന്നുള്ളൂ. പഠിക്കാൻ വേണ്ടി വന്നതേക്കാരം. നോ പ്രോബ്ലം. അതായിക്കോട്ടെ. ഏതായാലും പിന്നെ ഇനി മുസ്തഫാമുത്തും ചോദിച്ചല്ലോ, റഹ്മാൻ സാഹിബ് പോലത്തെ ആൾക്കാരൊക്കെ മൈക്കെടുക്കും ഇൻഷാ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അതായത് ഉസ്താദ് പിന്നെ അൽഹംദുലില്ലാ ശരിക്ക് ARCKP പറഞ്ഞതുപോലെ ചോദിക്കാനില്ലാത്ത രീതിയിൽ ഉസ്താദ് വളരെ നല്ല രീതിയിൽ വിശദീകരിച്ചു. അൽഹംദുലില്ലാ നമ്മളെ ഉസ്താദുമാർക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പൊ സൗദി അറേബ്യയിലെ അനഫി മദ്ഹബാണല്ലോ, അല്ലെങ്കിൽ ഹംബലിയാണ്. ഇവിടെ വലിയും സാക്ഷികളൊക്കെ വെച്ചിട്ട് ഇവിടെ വരനും വധുവിന്റെ വലിയും അടക്കം ഇവിടെ നിക്കാഹ് നടന്നു. ഇവിടെ നിക്കാഹ് നടന്ന സ്ഥിതിയിൽ പിന്നീട് നമ്മൾ നാട്ടില് രണ്ടുപേരും കേരളക്കാരാണ്. പിന്നീട് അവർ നാട്ടിൽ രണ്ടാമത് നിക്കാഹ് ചെയ്യേണ്ടതുണ്ടോ? കാരണം വെച്ചാൽ നമ്മൾ ജീവിക്കുന്നതും അവര് ജീവിക്കുന്നതും ഷാഫി മദ്ഹബ് അനുസരിച്ചാണല്ലോ. അപ്പൊ അവിടുത്തെ ഇത് എങ്ങനെയാണ് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു. ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കുന്നു. സൗദി അറേബ്യയിൽ നിന്ന് അന്യ മദ്ഹബ് അനുസരിച്ച് നിക്കാഹ് നടത്തുമ്പോൾ ആ നിക്കാഹിൽ ബന്ധപ്പെട്ട കക്ഷികൾ മറ്റു മദ്ഹബുകാരാണെങ്കിൽ ഈ മദ്ഹബ് സ്വീകരിക്കുന്നു എന്ന് അപ്പോ മനസ്സുകൊണ്ട് കരുതണം. അതിനുശേഷം ആ മദ്ഹബ് അനുസരിച്ച് അവരുടെ നിക്കാഹ് നടക്കുകയും അത് സ്വഹീഹാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ വന്നുകൊണ്ട് വേറെ നിക്കാഹ് പുതുക്കേണ്ട ആവശ്യം വരുന്നില്ല. മതപരമായി അതിന് ആവശ്യം വരുന്നില്ല. പിന്നെ നിയമപരമായിട്ട് വല്ല സർക്കാരിന്റെ നിയമപരമായിട്ട് എന്തെങ്കിലും നടപടികൾക്കൊക്കെ നേരിടാൻ വേണ്ടി നാട്ടിൽ നിക്കാഹ് നടത്തേണ്ടി വരിക പോലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് ബാഹ്യമായ കാരണത്താൽ അങ്ങനെ നിക്കാഹ് നടത്താം. അപ്പൊ അത് ലൗമൊന്നുമല്ല, അതൊരു മോശം പണിയൊന്നുമല്ല. അതേസമയത്ത് ഇസ്ലാമികമായിട്ട് ശർഈയായിട്ട് അവർ തമ്മിൽ ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇനി മറ്റൊരു നിക്കാഹിന്റെ ആവശ്യമില്ല. അവർ നിക്കാഹ് സഹിയായി കഴിഞ്ഞു. പിന്നെ വേറെ നിക്കാഹ് പുനരാവർത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് അതിന് നൽകാനുള്ള മറുപടി. ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? എന്റെ ടേൺ ആയതുകൊണ്ടാണ് മൈക്ക് എടുത്തത്, ചാടിയത്. സോറി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അസ്സലാമു അലൈക്കും. എനിക്ക് ഉള്ള ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിക്ക് പിതാവിന്റെ സമ്മതമില്ലാതെ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ നിക്കാഹ് കഴിക്കാൻ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് വല്ല ഓപ്ഷനും ഉണ്ടോ എന്നുള്ളതാണ്. നേരത്തെ മൗലൂദിക്ക് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഉപചോദ്യമാണിത്. ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒന്നുകൂടി ആ ചോദ്യം ഒന്ന് ആവർത്തി. അപ്പൊ ഞാൻ വേറെ PM-ന് മറുപടി കൊടുക്കായതുകൊണ്ട് ആ ചോദ്യം ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിക്ക് പിതാവിന്റെ സമ്മതമില്ലാതെ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കല്യാണം കഴിക്കാൻ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് പിന്നെ വലിയന്റെ ഇടപെടലില്ലാതെ നിക്കാഹ് നടത്താൻ യാതൊരു വഴിയില്ല. പിന്നെ കുഫു എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. കുഫു, ഈ പെണ്ണ് ഇഷ്ടപ്പെടാൻ പറഞ്ഞാൽ അത് കഫാത്ത് കുഫോക്ക് എന്നൊരു സംഗതി ഉണ്ട്. കുടുംബങ്ങൾ തമ്മിൽ യോജിക്കാന്നൊരു സംഭവം കൂടിയുണ്ട്. അത് പരിഗണിക്കാതെയാണ് അവള് വിവാഹം ചെയ്യുക എന്നുള്ളത്. അതൊരിക്കലും തന്നെ പിതാവിന്റെ സമ്മതമില്ലാതെ അവൾക്ക് നടത്താൻ പറ്റൂല. ഇനി അതൊക്കെ യോജിച്ചുകൊണ്ട് അവളൊരു ഭർത്താവിനെ ഇഷ്ടപ്പെട്ടു, അങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി അവൾ ആവശ്യപ്പെട്ടു. ഭർത്താവ് എന്ന് പറയുന്നത് പിതാവ് അതിന് ഒരു നിലക്കും സമ്മതിക്കുന്നില്ല. പിതാവ് പറഞ്ഞാൽ ഞാൻ കെട്ടിച്ചു തരില്ല എന്നാണ്. പിതാപ്പള കുഫുവത്താണ്, കുടുംബത്തിന് യോജിച്ചതാണ്, എല്ലാവർക്കും കൊണ്ട് യോജിച്ചതാണ്. അതേസമയത്ത് ഓൾക്കാണെങ്കിൽ അവൻ ഇഷ്ടപ്പെടും ചെയ്തു, പക്ഷെ അവൻ വിവാഹം ചെയ്ത് കൊടുക്കൂല. എന്നാ പിന്നെ അതിന് അവരിന്റെ മസല എന്ന് പറയും. വെച്ചാല് പെണ്ണിന് വിവാഹാലോചന വന്നു, പിതാവ് കൈ കൊടുക്കൂല.
അങ്ങനെ ആകുമ്പോ പിതാവ് നിക്കാഹ് മുടക്കുക എന്ന് പറയും. അങ്ങനെ നിക്കാഹ് മുടക്കിയാൽ ഉടനെ പിന്നെ അത് ഖാദി ഏറ്റെടുക്കണം എന്നാണ്. ഖാദി, നാട്ടിലുള്ള ഖാദിയാണ് പിന്നെ നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ പെണ്ണ് സ്വയം കൈ കൊടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഹലോ ഉസ്താദ്, ഒരു ഉപചോദ്യം കൂടി ഉണ്ട്. ഈ പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും വലിയനെ ഏർപ്പെടുത്താൻ പറ്റുമോ? നാട്ടിലെ ഖാദിയല്ലാതെ ഞാൻ നിങ്ങളെ വലിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം. നാട്ടിൽ ഖാദി ഉണ്ടായിരിക്കേ പറ്റൂല എന്നാ. നാട്ടില് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടുകയും പിതാവ് അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടയാള്, രക്ഷിതാവ്, അയാള് നിക്കാഹിന് സന്നദ്ധരാവുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ അബുരിന്റെ മസല കടന്നു വരും. അപ്പൊ പിന്നെ ഖാദി കെട്ടിക്കണം എന്നാ. ഖാദി കെട്ടിക്കുമ്പോ ഖാദി നാട്ടിലുണ്ടെങ്കിൽ പിന്നെ അവിടെ വേറെ ഒരുത്തരെ തൗലിയത്ത് ചെയ്യാൻ പാടില്ല. അതിന് തൗലിയത്ത് എന്ന് പറയാം. അതേസമയത്ത് ഖാദി ഇല്ലാത്ത നാട്ടുകാർക്ക് തഹ്കീം എന്ന് പറഞ്ഞിട്ട് ഒരു ആദിലായ, ഒരു നീതിമാനായ ഒരു മനുഷ്യനെ ഈ പെണ്ണും ഈ പുരുഷനും രണ്ടുപേരും കൂടി ചേർന്നിട്ട് തഹ്കീം എന്ന് പറഞ്ഞാല് വിധികർത്താവാക്കുക, ഞങ്ങളുടെ ഇടയിലുള്ള ഈ നിക്കാഹ് നടത്തി തരാൻ വേണ്ടിയുള്ള ഹാക്കിമാക്കുക, ജഡ്ജിയാക്കുക. അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. പക്ഷെ അത് ഖാദില്ലാത്ത മഹല്ലത്തുകൾക്ക് മാത്രമേ അത് ബാധകമുള്ളൂ. ഖാദിലുള്ള മഹല്ലുകൾക്ക് അത് ബാധകമല്ല എന്നാണ്. ഖാദിലുള്ള മഹല്ലുകൾക്ക് അക്കാര്യം ബാധകമല്ല. അതുണ്ടാ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾ ആ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ഒരാളെ നിയമിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വിശദമായിട്ട് നമ്മൾ ഫിഖിന്റെ കിതാബുകൾ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. തഹ്കീമ് തൗലിയത്ത് കൊണ്ട് രണ്ട് പണിയുണ്ട്. വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, ഒരു ചോദ്യം മുമ്പ് വന്നിട്ടുള്ളതായിരിക്കാം, എന്നാലും ഒരാള് ഉപ്പയും അല്ലാതെ പ്രതിഷ്ഠിതകാരനും കുട്ടിയുടെ പിതാവും ഗൾഫിലാണ്. നാട്ടിൽ വന്ന് പെണ്ണൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം ഉറപ്പിച്ചു പോയി. അവര് ഗൾഫിൽ നിന്ന് ഈ മാലിക്കി മദ്ഹബ് അനുസരിച്ച് പിതാവും ഈ പ്രതിഷ്ഠിതകാരനും മാത്രം രഹസ്യമായിട്ടൊരു നിക്കാഹ് കഴിച്ചു. എന്നിട്ട് അത് നാട്ടിലെ അവിടെയുള്ള അല്ലെങ്കിൽ ഗൾഫിലുള്ള സുഹൃത്തുക്കൾ ഒന്ന് രണ്ട് ആൾക്കാരോട് ഒന്നിച്ച് നേരിട്ട് പറഞ്ഞു. അവര് തന്നെ നേരിട്ട് പറഞ്ഞു. അതോടുകൂടി ആ പരസ്യമാക്കുക എന്നുള്ള നിബന്ധനയും കഴിഞ്ഞു. അവര് മാലിക്കി മദ്ഹബ് അനുസരിച്ച് അവരെ നിക്കാഹ് ശരിയായി. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം അവർക്ക് തോന്നി എനിക്ക് ഷാഫി മദ്ഹബ് അനുസരിച്ച് നിക്കാഹ് പൂർണ്ണമായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഷാഫി മദ്ഹബ് അനുസരിച്ച് രണ്ടാമത് വീണ്ടും നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? കാരണം മാലിക്കി മദ്ഹബ് അനുസരിച്ച് ഉള്ള നിക്കാഹ്, അപ്പൊ അതിന്റെ തലാഖും അതുപോലുള്ള മറ്റു വിഷയങ്ങളെല്ലാം മാലിക്കി മദ്ഹബ് അനുസരിച്ച് തന്നെ ചെയ്യണം. അതിന്റെ പല നിബന്ധനകളും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. അത് അങ്ങനെ മറ്റു കാര്യങ്ങൾ പേടിച്ചിട്ടോ മറ്റോ അവർക്ക് ഷാഫി മദ്ഹബ് അനുസരിച്ച് വീണ്ടും നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്നതിന്റെ വിധി എന്താണെന്നാണ്. അസ്സലാമു അലൈക്കും. അനുസരിച്ച് വീണ്ടും നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്നതിന്റെ വിധി എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് നല്ല വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതായത് ഗൾഫിൽ നിന്ന് മാലിക്കി മദ്ഹബ് അനുസരിച്ച് നിക്കാഹ് നടന്നു. അവർ തമ്മിൽ കൂടി ദാമ്പത്യബന്ധം സ്ഥാപിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു. നാട്ടിലെത്തിയ പിന്നെ ഇവിടെ ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള ജീവിതമായിരിക്കുമല്ലോ. അവിടെ ഓരോ പുതിയ പുതിയ മസലകൾ, ഇപ്പോ പെണ്ണിന് ചെലവെടുക്കുന്ന വിഷയങ്ങൾ, അതുപോലെ തലാഖിന്റെ പ്രശ്നം വരികയാണെങ്കിൽ അത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ മാലിക്കി മദ്ഹബും ഷാഫി മദ്ഹബും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ടാവും. അപ്പോ ഈ അന്തരം ഇവിടെ വെച്ചിട്ടാണെങ്കിലോ മാലിക്കി മദ്ഹബ് നമ്മളെ കുടുംബ സാഹചര്യത്തിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ എല്ലാവരും ഷാഫിയാക്കളാവുമ്പോ രണ്ടാൾക്കാർ മാത്രം മാലിക്കി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് പിന്നെ പൊരുത്തക്കേട് സംഭവിക്കാനിടയുണ്ട്. അപ്പൊ അതിനുവേണ്ടി ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തൽക്കാലം ഇവിടുന്ന് ഷാഫി മദ്ഹബ് അനുസരിച്ച് നിക്കാഹ് ചെയ്യുക അതിന്റെ ആവശ്യമില്ല. നിക്കാഹ് എന്നുള്ള വിഷയത്തിൽ മാലിക്കി മദ്ഹബ് അനുസരിച്ച് അമല് ചെയ്ത ഒരാൾക്ക് അതിന്റെ തുടർന്ന് വരുന്ന ജീവിതം, അവരുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ വിഷയത്തിൽ ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് ജീവിച്ചാൽ മതി. ഇപ്പൊ തൊലാഖ് ഉദാഹരണം. ഇപ്പൊ മാലിക്കി മദ്ഹബ് അനുസരിച്ച്, അപ്പൊ ഞാൻ ഉദാഹരണ സഹിതം തന്നെ പറയാം. മാലിക്കി മദ്ഹബ് അനുസരിച്ച്
തലാഖ് മനസ്സിൽ വിചാരിച്ചാൽ തന്നെ തലാഖ് സംഭവിക്കുന്ന. ഇപ്പോ മാലിക്കി മദ്ഹബ് അനുസരിച്ച് നിക്കാഹ് ചെയ്ത ആളുകള് എന്ത് ചെയ്തു? മാലിക്കി മദ്ഹബ് അനുസരിച്ച് നിക്കാഹ് ചെയ്തു. അങ്ങനെ പിന്നെ അവര് തലാഖ്, പെണ്ണിന്റെ തലാഖ്, നിന്നെ ഞാൻ തലാഖ് ഇല്ലെന്ന് മനസ്സോട് വിചാരിച്ചാൽ തന്നെ, അഥവാ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കാത്തെന്ന് മനസ്സുകൊണ്ട് ചൊല്ലിയാൽ തന്നെ തലാഖ് സംഭവിക്കുന്നതാണ്. ഷാഫി മദ്ഹബ് പ്രകാരം തലാഖ് സംഭവിക്കൂല. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇസ്മാ ഷർത്താണ്, അഥവാ ചൊല്ലുന്നയാള് സ്വന്തം ശരീരത്തെ കേൾപ്പിക്കൽ ഷർത്താണ്, എങ്കിലേ ആ തലാഖ് സംഭവിക്കുള്ളൂ. അപ്പൊ ഇയാൾ ചൊല്ലുന്ന സമയത്ത് ഇയാൾ മാലിക്കി മദ്ഹബ് അനുസരിച്ച് ഒന്നും അയാൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് മനസ്സിലാണ് തോന്നിയതാണ്. അപ്പൊ അങ്ങനെ തോന്നിയ ആൾക്ക് അയാളെ മാലിക്കി മദ്ഹബ് അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നതും അയാളെ മനസ്സിൽ വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടാണെങ്കിൽ ഇനി ഷാഫി മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല. അതേസമയത്ത് അങ്ങനെയൊന്നും വരാതെ അയാളെ മനസ്സിൽ അങ്ങനെ തലാഖ് പിന്നെ ചൊല്ലുന്ന കാര്യം മനസ്സിൽ അയാൾ പറഞ്ഞതിന് ശേഷമാണ് അയാൾ പുലിവാല് പിടിച്ചു എന്നുള്ളത് ആലോചിച്ചത്. അപ്പൊ അയാൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്താൽ മതിയല്ലോ എന്ന നിലക്ക് അയാൾക്ക് ആ വിഷയത്തിൽ ഷാഫി മദ്ഹബ് സ്വീകരിക്കാം, ഇതിന് കുഴപ്പമില്ല. അല്ലാതെ നിക്കാഹിന് ആവർത്തിപ്പിക്കേണ്ട ആവശ്യമില്ല. ഷാഫി ഈ തലാഖ് ഇനി സംഭവിക്കാതിരിക്കാൻ ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള വിവാഹബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഷാഫി മദ്ഹബ് പ്രകാരമുള്ള നിക്കാഹ് നടത്തുക എന്നുള്ളത് ഇതിന്റെ ആവശ്യമില്ല. മറിച്ച് പിന്നെ ആ വിഷയത്തിൽ ഷാഫി മദ്ഹബ് സ്വീകരിച്ചാൽ മതി. ബാക്കിയുള്ള ഇപ്പൊ നെഫക്ക ചെലവെടുക്കുന്ന വിഷയത്തിലാവട്ടെ, അല്ലെങ്കിൽ തലാഖിന്റെ വിഷയത്തിലാവട്ടെ, മറ്റു വിഷയങ്ങളാവട്ടെ, ആ വിഷയത്തിൽ ഷാഫി മദ്ഹബ് സ്വീകരിച്ചാൽ മതി. അല്ലാതെ നിക്കാഹ് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ശംസുദ്ദീൻ വൈസ് പറയുന്നുണ്ട്, അവള് പ്രസക്തമായൊരു കാര്യമാണ്. വരനും ഈ ഗൾഫിലായതുകൊണ്ട്, ഗൾഫിലാണ് വിചാരിച്ചു കാരണം മാലിക് മദ്ഹബ് തന്നെ സ്വീകരിക്കണമെന്നൊന്നുമില്ല. ഗൾഫിലുള്ള ആൾക്കാർക്ക് ഷാഫി മദ്ഹബ് അനുസരിച്ച് അമല് ചെയ്യാൻ വളരെ സൗകര്യമല്ലേ. എത്രയോ സാക്ഷികളെ കിട്ടും, ഓരോ റൂമിൽ തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ സാക്ഷികൾ. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ സാക്ഷികൾ കൂടാതെ നിക്കാഹ് നടത്താൻ അതിനൊന്നും യാതൊരു ആവശ്യമില്ല. സാക്ഷികൾ സഹിതമുള്ള നിക്കാഹ് നടന്നാൽ പോരെ. പിന്നെ അതിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നേ ഒരു ചെറിയ ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇപ്പൊ ഗൾഫിൽ ഇപ്പൊ അങ്ങനെ അവിടുത്തെ സാഹചര്യ പ്രകാരം നിക്കാഹൊക്കെ നടന്നു. പക്ഷെ നമ്മളെ മഹല്ലില് അത് അംഗീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, നമ്മളെ മഹല്ലില് രജിസ്ട്രേഷനിൽ നിക്കാഹിനെ ചേർത്തണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അത് പഞ്ചായത്തിൽ അംഗീകരിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഈ നാട്ടിൽ നിക്കാഹ് നടക്കണം എന്നുള്ള ഒരു നിയമം ഉണ്ടെങ്കിൽ, അപ്പൊ അതിനുവേണ്ടി ഒന്ന് നിക്കാഹിനെ ആവർത്തിക്കുക. അപ്പൊ അത് ലൗവല്ല, അതിനെപ്പറ്റി ഒരു പാഴായ ഒരു പ്രവർത്തനം എന്ന് പറയില്ല, അതൊരു ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അപ്പൊ നിക്കാഹ് ആവർത്തിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവർ നമ്മൾ ദമ്പതികളായി ജീവിക്കാൻ ഈ നിക്കാഹിന്റെ ആവശ്യമില്ല. പ്രാദേശികമായ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനായിട്ട് നിക്കാഹിനെ ആവർത്തിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അതിന് രേഖ മതിയല്ലോ. രേഖ ഇങ്ങനെ നടത്തിയെങ്കിലേ രേഖ തരുള്ളൂ എന്നാണ് പഞ്ചായത്ത് പറയുന്നതെങ്കിലോ അങ്ങനെയൊക്കെ നിയമം ഉണ്ടാക്കാലോ, നിയമം പലതുണ്ടാക്കാലോ. അപ്പൊ അങ്ങനെയൊക്കെ നിയമം വന്നിക്കുകയാണെങ്കിൽ ആ നിയമത്തെ മറികടക്കാൻ വേണ്ടി നിക്കാഹിനൊന്നും ആവർത്തിക്കുന്നത് കുഴപ്പമില്ല. അതൊരു തെറ്റാണെന്ന് തോന്നുന്നില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്തഫ ഒന്ന് എന്റെ ബസ് ചോദ്യം, ഇപ്പൊ മാലിക്കി മദ്ഹബ് പ്രകാരം സാക്ഷികളില്ലാതെ നിക്കാഹ് ചെയ്തു, ഇനി ഇവർക്ക് ഓളെ ത്വലാക്ക് ചെല്ലണം. അങ്ങനെ ത്വലാക്ക് ചെല്ലിയാൽ ഈ പെണ്ണ് ഇദ്ദ ഇരിക്കണോ വേണ്ടേ? അതാണ് ചോദ്യം. കാരണം പിന്നെ അവർക്ക് തോന്നണം ആളായിട്ട് മുന്നോട്ട് പോകില്ലാന്ന്. സംഭവം സാക്ഷികളായിട്ട് നിക്കാഹ് ചെയ്തിട്ടില്ല. അപ്പൊ ആ പെണ്ണ് ഇരിക്കണോ വേണ്ട എന്നുള്ളതാണ് ചോദ്യം. ഇനി വേറെ ചോദ്യം അടുത്ത റൗണ്ട് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അതൊരു ചോദ്യമാണ്, കിതാബ് നോക്കി പറയേണ്ട ചോദ്യമാണ്. അതായത് വിത്തൗട്ട് സാക്ഷികളില്ലാതെ നിക്കാഹ് നടന്നു, ഉടനെ ആളെ വേർപിരിക്കണമെന്ന് തോന്നി, അപ്പോ പിന്നെ തലാക്കില്ല. തലാക്കിന്റെ ഇദ്ധരിക്കണം തന്നെയാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ അതിന് എതിരിൽ ഇബാറത്തുണ്ടോ എന്നുള്ളത് വിശദമായിട്ട് നോക്കിയിട്ട് പിന്നെ പറയാം. ഒറ്റനോട്ടത്തില് മാലിക്കി മദ്ഹബ് അനുസരിച്ച് അവർ നിക്കാഹ് നടന്നു, സാക്ഷികൾ നിർത്തിയില്ല, പിന്നെ വേർപ്പെടുത്തണം തോന്നി, തലാക്കില് ഇദ്ധരിക്കണം എന്ന് തന്നെയാണ് പിന്നെ മനസ്സിലാവുന്നത്. ഞാൻ അത് വിശദമായിട്ട് പഠിച്ചിട്ട് പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അബു ഹംദ് എന്ന് പറഞ്ഞിട്ടൊരു ആളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളുടെ ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം എന്താണ് ഇപ്പൊ അദ്ദേഹം ചോദിക്കുന്നത്? മാലിക്കി മദ്ഹബ് അനുസരിച്ച് നിങ്ങൾ ആ ചോദ്യം ഒന്നുകൂടി ഒന്ന് PM ചെയ്യും. മൈക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ചോദ്യം ഒന്നുകൂടി നിങ്ങൾ PM ചെയ്യുക. ക്യാൻസൽ ആയിപ്പോയി. മൈക്കിൽ ഒരു ചോദ്യം കൂടി അതിനോട് അനുബന്ധിച്ച് തന്നെ ഇപ്പൊ ഒരു ചുളിവില് അമ്മോശാക്ക മരോന്
ഇങ്ങനെ സാക്ഷികളെ നിക്കാഹ് ചെയ്തു കൊടുത്തു. അമ്മോസം പിറ്റേന്നാണ് മരിച്ചു. ഇത് വേറെ ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ പെണ്ണിനെ കൂട്ടാൻ എത്തുമ്പോൾ പോയപ്പോൾ സർക്കാർ കച്ചറുണ്ടാക്കി. അങ്ങനെ സന്ദർഭം വന്നാൽ എന്ത് ചെയ്യും? ഓനീ പെണ്ണെ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ? എങ്ങനെയാണ് ചോദ്യം? എങ്ങനെയാണെന്ന് വെച്ചാൽ മാലിക്കി മദ്ഹബ് നിക്കാഹ് നടന്നു എന്ന് വെച്ചാൽ ഗൾഫിൽ വെച്ച് കാര്യം നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് നിക്കാഹ് നടന്നു. ഇത് നാട്ടുകാർ അംഗീകരിച്ചിട്ടാണ്. എങ്ങനെയാണ് ഒന്ന് ചോദ്യം ഒന്നുകൂടി ഒന്ന് പറയണത്. ശരിക്കും കേട്ടില്ല. അപ്പൊ നിങ്ങളൊന്ന് കട്ടായി പോയി, നിങ്ങളെ മൈക്ക് കട്ടായി. നിക്കാഹ് കഴിഞ്ഞ് മാലിക്കി മദ്ഹബ് പ്രകാരം നിക്കാഹ് കഴിച്ചു കൊടുത്തു. പിറ്റേ ദിവസം അമ്മോശാക്കൻ മരിച്ചു. ഇതിപ്പോ ഈ അമ്മോശാക്കും ഈ മരോനും മാത്രമേ അറിഞ്ഞുള്ളൂ. എന്നാൽ സംഭവം മറ്റു സംഗതികൾ ഇയാള് ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്ന ആളാണ്, ഒന്നിനും തയ്യാറല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേറെ ആരും അറിഞ്ഞിട്ടുമില്ല. പിന്നെ ഇദ്ദേഹം പെണ്ണിനെ സ്വീകരിക്കാൻ ചെന്നപ്പോൾ ഈ വീട്ടുകാർ കച്ചറുണ്ടാക്കിയാൽ എന്ത് ചെയ്യും? അതൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിക്ക് മാലിക്കി മദ്ഹബിന്റെ കിതാബുകളൊക്കെയാണ് മറുപടി പറയുന്നത്. എന്നുവെച്ചാല് വരനും പെണ്ണിന്റെ വലിയും തമ്മിൽ നിക്കാഹ് സ്വകാര്യമായിട്ട് നടന്നു, സാക്ഷികൾ വെച്ചിട്ടില്ല. അവർ തമ്മിൽ തൊടാനും നോക്കാനും സംസാരിക്കാനും മറ്റു കാര്യങ്ങൾ നടത്താനും പിന്നീട് ഇഷ്ഹാദ് പരസ്യപ്പെടുത്തണം. പരസ്യപ്പെടുത്തേണ്ട ആള് ഒന്ന് ഈ വലിയാണ്. വലിയ എന്ന് പറഞ്ഞാൽ ഈ കയ്യെടുത്ത വലിയ തന്നെ ആയിരിക്കണമല്ലോ, വേറെ വലിയായിട്ട് കാര്യമില്ല. അപ്പോ അയാളാണ് മരിച്ചുപോയി. മരിച്ചുപോയാല് പിന്നെ ഇനിയിപ്പോ എങ്ങനെ ഇത് പരസ്യപ്പെടുത്തുക? അപ്പൊ ഒരാൾ മരിച്ചുപോയാൽ പുതിയാപ്പിള മരിച്ചുപോയാൽ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ പെണ്ണിന്റെ ബാപ്പ മരിച്ചുപോയാൽ പിന്നെ ഇത് എങ്ങനെ പരസ്യപ്പെടുത്തുക? അതിനെല്ലാം പരിഹാരമുണ്ടോ? മാലിക്കി മദ്ഹബ് എന്താ പറയുന്നത്? നോലെ കിതാബ് തന്നെ നോക്കണം. അത് അതുപോലെ കിതാബ് നോക്കേണ്ടതാണ്. അപ്പോ അത് നോക്കാതെ പറയാൻ പറ്റില്ല. പിന്നെ അപ്പൊ അങ്ങനെ നാട്ടിലെത്തിയിട്ട് പിന്നെ ഇവർ തമ്മിൽ ദമ്പതികളായിട്ട് ജീവിക്കാൻ ഈ പിന്നെ ഇത് പരസ്യപ്പെടുത്തണമല്ലോ. പരസ്യപ്പെടുത്തേണ്ടുന്ന ഒരാൾ മരിച്ചുപോയി. അപ്പൊ അയാളുടെ സ്ഥാനത്ത് അയാളെ പിന്നെ മറ്റേ ആൾ നിന്നാ മതിയോ എന്നുള്ളത് ആദ്യം ചർച്ച ചെയ്ത് തീരുമാനിക്കണം. എങ്കിലേ പിന്നെ മറ്റേ നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുള്ളൂ. അവർ തമ്മിൽ ദമ്പതികളായിട്ട് ജീവിക്കാൻ വീട്ടുകാർ തടസ്സം നിന്നാൽ പിന്നെ എന്താ? അതിന് ദമ്പതികളായിട്ട് ജീവിക്കാൻ പറ്റുമോ? വീട്ടുകാർ തടസ്സം നിന്നിട്ടില്ലെങ്കിൽ തന്നെ, വീട്ടുകാർ അതിന് അനുകൂലമാണെങ്കിൽ തന്നെ ഇവർ തമ്മിൽ ദമ്പതികളായി തുടരാൻ ഇനി എന്ത് ചെയ്യും? അതൊക്കെ മാലിക്കി മദ്ഹബ് അനുസരിച്ച് അമല് ചെയ്യണം എന്ന് പറയുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ചു പറയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അതൊന്നും നമ്മോട് വരുന്ന ചോദ്യങ്ങളല്ല. മാലിക്കി മദ്ഹബ് അനുസരിച്ച് ഈ പ്രശ്നത്തിന്, ഈ ടെലിഫോണിലൂടെയുള്ള സംസാരം ഹലാലാകാൻ വേണ്ടി മാലിക്കി മദ്ഹബ് സ്വീകരിക്കാം എന്ന് പറയുന്ന ആളുകളോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഇതൊക്കെ. അങ്ങനെ വന്നാൽ സാക്ഷി നിർത്തേണ്ടുന്ന ഒരു കക്ഷിയായ വലിയ മരിച്ചാൽ പിന്നെ ആര് സാക്ഷി നിർത്തും? അതൊരു ചോദ്യമാണ്. അത് മാലിക്കി മദ്ഹബിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. മാലിക്കി മദ്ഹബ് അനുസരിച്ച് അമല് നിർദ്ദേശിക്കുന്ന ആളുകളോടും ചോദിക്കേണ്ട ചോദ്യമാണ് അതൊക്കെ. എന്ത് ചെയ്യും? അതാണ് പിന്നെ ഇബ്നു തങ്ങൾ പറഞ്ഞത്, തഫ്സീൽ പറഞ്ഞത്, ഒരു മദ്ഹബുകാരൻ മറ്റൊരു മദ്ഹബ് അവലംബിക്കുമ്പോൾ ആ മദ്ഹബിന്റെ എല്ലാ ശുറൂത്തുകളും മുഅ്തബറാത്തുകളും ആ മദ്ഹബിന്റെ എല്ലാ നിയമങ്ങളും നിയമാവലികളും പരിശോധിക്കണം, ഉറപ്പുവരുത്തണം. എന്നിട്ടേ അത് സ്വീകരിക്കാവൂ എന്ന് പറയാനുള്ള കാരണതാണ്. അതിന്റെ പിന്നെ അത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടാൻ ചെയ്യുന്നത്. നിങ്ങൾ ഈ ചോദ്യം വളരെ അത്യാവശ്യമായി നേരത്തെ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു കക്ഷി മരിച്ചുപോയാൽ, പെണ്ണിന്റെ വലിയ മരിച്ചുപോയാൽ പിന്നെ ഇതെങ്ങനെ പബ്ലിഷ് ചെയ്യും? ഇതെങ്ങനെ പരസ്യപ്പെടുത്തും? ആര് പരസ്യപ്പെടുത്തും? അയാൾക്ക് നായിബായിട്ട് വേറൊരാൾ മതിയോ? എന്താണ് അവരുടെ മദ്ഹബ് പറയുന്നത്? അതൊക്കെ ചർച്ച ചെയ്യണം. അങ്ങനെ മറ്റൊരാൾ പരസ്യപ്പെടുത്തിയാൽ മതിയെങ്കിൽ വീട്ടുകാർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇവരെന്താക്കും? അതിപ്പോ രണ്ടാമത് ചിന്തിക്കേണ്ട വിഷയമാണ്. അത് ഒന്നാമത് ചോദ്യത്തിന് മറുപടി കിട്ടാതെ പിന്നെ രണ്ടാമത് ചോദ്യത്തിന് എങ്ങനെ നമ്മൾ മറുപടി വരാം? കേട്ടോ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എനിക്ക് രണ്ട് ചോദ്യമാണ്. ഒന്ന്, ഇപ്പൊ സാധാരണ ഇത് പള്ളിയിൽ വെച്ച് നിക്കാഹ് ചെയ്യുന്നത് ആണ് നല്ലത് എന്നുള്ള രീതിയിൽ പള്ളിയിൽ വെച്ച് നിക്കാഹ് ചെയ്തിട്ട് ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് നടന്നത് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് കല്യാണ ദിവസം ഒരു നിക്കാഹിന്റെ ചടങ്ങ് സംഘടിപ്പിക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ വിധി എന്താണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ട്,
ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട അമീർ സാഹിബ് ചോദിച്ച ആ ഒരു ചോദ്യത്തിന്റെ ഉപചോദ്യമായിട്ട് ഇപ്പോ മാലിക്കി മദ്ഹബ് പ്രകാരം നിക്കാഹ് നടന്നു, പിന്നീട് അത് തലാഖ് ചൊല്ലിയാൽ ഇദ്ദ ഇരിക്കണോ എന്നുള്ളത്. സാധാരണ ഷാഫി മദ്ഹബ് പ്രകാരം തന്നെ നിക്കാഹിന്റെ അതേ ദിവസം തന്നെ, അതായത് അവർ ശാരീരികമായി ബന്ധപ്പെടാതെ തന്നെ മൊഴി തലാഖ് ചൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഇദ്ദ ഇരിക്കേണ്ട എന്ന് പറയുന്ന ഒരു വിധി കേട്ടിട്ടുണ്ട്. അപ്പൊ ആ വിധി ഇതിനും ബാധകമല്ലേ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. പിന്നീട് ഒരു PM വന്നിട്ടുണ്ട്. PM മാലിക്കി മദ്ഹബ് പ്രകാരം സാക്ഷി ഇല്ലാതെ നിക്കാഹ് ചെയ്തു, കുറച്ചു മാസങ്ങൾക്ക് ശേഷം രണ്ടാൾക്കും പൊരുത്തക്കേട് വന്നു, ചെക്കൻ നിന്നെ മൂന്നും ചൊല്ലി എന്ന് തലാഖ് ചൊല്ലിയാൽ പരസ്യ നിക്കാഹ് ചെയ്യാൻ എന്തു വേണം എന്നാണ് ഒരു PM-നുള്ള ചോദ്യമാണ്. ഈ മൂന്നിനും അത് മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അബൂസാദിന് വളരെയധികം ശുക്ർ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ അത് ഒരു വിഷയം തന്നെയാണ്. അതായത് ഈ ലൈംഗിക ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് തലാഖ് നടന്നാൽ ഇദ്ദരിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അതിപ്പോ ഷാഫി മദ്ഹബ് അനുസരിച്ച് വേണ്ട. അപ്പൊ മാലിക്കി മദ്ഹബ് അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത എന്നാണ്. അത് എങ്ങനെയൊന്നും നോക്കാതെ പറയുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇദ്ദരിക്കണമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞെന്നാ തോന്നുന്നത്. പക്ഷെ അങ്ങനെ ആവാൻ പിന്നെ ദുഖൂലിന് മുമ്പ് തലാഖ് ചെല്ലപ്പെട്ടിട്ടാണെങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഏതായാലും ഇദ്ദ ഇല്ലല്ലോ. അപ്പൊ അന്യ മദ്ഹബ് അനുസരിച്ചും ഇദ്ദ വേണ്ട. അപ്പൊ 4 മദ്ഹബും പറയുന്ന കിതാബുകൾ വെച്ചുകൊണ്ട് സംസാരിക്കേണ്ട വിഷയങ്ങളാണിത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമാം ഷഹറാനി റളിയല്ലാഹുവിന്റെ മീസാനൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് സംസാരിക്കണം. അപ്പൊ നിങ്ങളത് ഓർമ്മപ്പെടുത്തിയത് നന്നായി. ഞാനിപ്പോ ഇദ്ദ ഇരിക്കണം ഇരിക്കണ്ടെന്ന് രണ്ടും പറയുന്നില്ല. നേരത്തെ ഇദ്ദ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയാണ്. തിരുത്താൻ എല്ലാവർക്കും തിരുത്താലോ. നമ്മൾ പറഞ്ഞത് തെറ്റ് എന്ന് പറഞ്ഞാൽ അതാരും ഉണർത്തിയാലും തിരുത്താം. അബൂ സവാദ് എന്നുള്ളതല്ല, ഇബ്നു സവാദ് പറഞ്ഞാലും തിരുത്താം. ആര് പറഞ്ഞാലും ആ പറഞ്ഞത് തിരുത്തി. പിന്നെ എന്താണ് മസല എന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് അറിയില്ല, അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയലാണ് ഏറ്റവും വലിയ അറിവ്. അതാണല്ലോ ഇൻഷാ അല്ലാഹ് നിങ്ങളത് പറഞ്ഞത് വളരെയധികം ഹൈറായി. അതായത് ലൈംഗിക ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ തലാഖ് ചെല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദ വേണ്ടാന്നുള്ളതല്ലേ മസല അല്ലേ? മസല അങ്ങനെ തന്നെയാണ്. ഷാഫി മദ്ഹബ് മാലിക്കി മദ്ഹബും ഒരുപക്ഷെ അങ്ങനെ തന്നെ ആവാനാണ് വഴി. കാരണം അതൊക്കെ വളരെ പരസ്യമായ മസലകളാണ്. ഖിലാഫ് വരാൻ സാധ്യത കുറവാണ്. പിന്നെ അപ്പൊ അതുകൊണ്ട് പിന്നാണെങ്കിൽ രണ്ടാമത് എന്താ ചോദിച്ചത്? രണ്ടാമത്തെ ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത്. ആദ്യം പറഞ്ഞത് എന്താണെന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മയിട്ടില്ല. മൈക്ക് റിലീസ് ചെയ്യണം. ഒന്നുകൂടി ആ ചോദ്യം ആവർത്തിക്കാണെങ്കിൽ നിങ്ങൾ മൈക്ക് എടുക്കാം. അസ്സലാമു അലൈക്കും. ഒരു കാര്യം ഇടയിൽ ഓർമ്മപ്പെടുത്തണ്. കൃത്യം 12 മണി സൗദി സമയം അഥവാ ഇന്ത്യൻ സമയം 2:30 ഈ പ്രോഗ്രാം അവസാനിപ്പിക്കും. അതുവരെ 20 മിനിറ്റും കൂടി ഉണ്ടായിരിക്കുന്നതുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചോദിക്കാളർക്ക് പെട്ടെന്ന് വരിക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എന്റെ ആദ്യത്തെ ചോദ്യം, അതായത് വെള്ളിയാഴ്ച ദിവസങ്ങൾ, അതായത് പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തിയിട്ട് അത് പിന്നീട് വീഡിയോ പിടിക്കുവാൻ വേണ്ടിയിട്ട് കല്യാണ ദിവസം വീണ്ടും അങ്ങനെ ഒരു രംഗം സൃഷ്ടിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നതിന്റെ വിധിയാണ് ഞാൻ ഒന്നാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചത്. ഉസ്താദ് ഇപ്പൊ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു PM-ന് മറുപടിയാണ്. PM-ൽ കൂടിയുള്ള ചോദ്യം, പ്രകാരം സാക്ഷിയില്ലാതെ നിക്കാഹ് ചെയ്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം രണ്ടാൾക്കും പൊരുത്തക്കേട് വന്നു, ചെക്കൻ നിന്നെ മൂന്നും ചൊല്ലി എന്നു തലാഖ് ചൊല്ലിയാൽ പരസ്യ നിക്കാഹ് ചെയ്യാൻ എന്ത് വേണം എന്നുള്ളതാണ് ഒരു PM-ലുള്ള ഒരു ചോദ്യമാണ്. അത് രണ്ടും കൂടി മറുപടി പറയാം ഇൻഷാ അല്ലാഹ്. അതായത് നിക്കാഹ് നടന്നു, പിന്നീട് ഒരു വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടി ഒരു പരസ്യ നിക്കാഹ്, ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു അനാവശ്യ പ്രവർത്തനങ്ങളാണ്.
അതൊന്നും ഒരു സത്യവിശ്വാസികളുടെ സൽഗുണങ്ങളിൽപ്പെട്ടതല്ല. വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടി നിക്കാഹ് ഒരു ആഭാസമല്ലല്ലോ. റെക്കോർഡിങ്ങിന് വേണ്ടി നിക്കാഹിനെ ആവർത്തിക്കുക, അതൊക്കെ ഒരു കുട്ടികളിയാണ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. അതിങ്ങനെ ആവർത്തിച്ചിങ്ങനെ ഒരു കുരങ്ങളിപ്പിക്കേണ്ട കാര്യമല്ല. അത് ഒരു വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടി ഒക്കെ ചെയ്യാന്ന് പറയുന്നത് അതൊരു ഹറാമാണെന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു നിരർത്ഥകമായ അർത്ഥശൂന്യമായ, മുഅ്മിനീങ്ങൾ അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ ഒഴിവാക്കുകയാണ് ധാർമ്മികമായിട്ട് ചിന്തിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്നാണ് ആ ചോദ്യത്തിന് മറുപടി നൽകാനുള്ളത്. പിന്നെ മാലിക്കി മതമനുസരിച്ച് ഇതുപോലെ സാക്ഷികൾ കൂടാതെ നിക്കാഹ് നടന്നു. പിന്നീട് അവർ തലാക്ക് ചൊല്ലിക്കാണ്ട് ബന്ധം വേർപ്പെടുത്തി. പിന്നീട് പരസ്യ വിവാഹം നടത്താൻ എന്താ വേണ്ടത്? അപ്പൊ അവര് ഇദ്ദ വേണോ വേണ്ടേ എന്നുള്ളതാണ് പിന്നെ അതിന് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ ബിൻ ഹൈദർ ഉസ്താദിന്റെ അയ്യൂബ് ബ്ലാത്തൂരിന്റെ ഒരു 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 ഇബാറത്ത് ഇവിടെ കണ്ടു. ഇതൊക്കെ എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നറിയില്ല. അപ്പൊ ആ ഇബാറത്തിലുള്ളത് ഇതാണ്: വജൂബുൽ ഇദ്ദത്തി ഇൻദൽ മാലിക്കിയ്യത്തി ബിൽ ഖൽവത്തി സഹീഹ. അതായത് അങ്ങനെയാണ്. അതായത് ഈ ഭാര്യ ഭർത്താവും തമ്മിൽ ഹൽവത്ത് സഹീഹത്ത് ഉണ്ടായി കഴിഞ്ഞാല് എന്ന് വെച്ചാല് ഇർഹാഉ സുത്തൂർ, അവരുടെ ഇടയിൽ ഒരു റൂമിൽ അവര് കൂടി, ഹത്താ അതോടുകൂടി തന്നെ പിന്നെ അവർ തലാക്ക് ചൊല്ലിയ ഇദ്ദ നിർബന്ധമാണ് എന്നാണ്. എന്താണ് ആ ഇബാറത്തിന്റെ ബാക്കി എങ്ങനെയാണ്? അപ്പൊ അതിന് മേപ്പെട്ടേക്ക് പോയല്ലോ. പിന്നെ ഹത്താ വലൂ നഫസ് സൗജാനി അൽ വത്അ ഫീഹാ, അവര് ഞങ്ങൾ തമ്മിൽ ലൈംഗിക ബന്ധമൊന്നും നടന്നിട്ടില്ല എന്ന് ഇരുപേരും നിഷേധിച്ചാലും ശരി. അതായത് ഷാഫി മദ്ഹബും മാലിക്കി മദ്ഹബും തമ്മിൽ ഇതിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബ് പ്രകാരം ദുഖൂൽ എന്ന് പറഞ്ഞാലേ ഈ റബായിബുക്കുമുല്ലാത്തി ഫീ ഹുജൂരിക്കും എന്ന് പറഞ്ഞ ആയത്തിൽ പറയുന്നുണ്ട്, ഒരു ദുഖൂലിന്റെ കാര്യം പറയുന്നുണ്ട്. ഭാര്യ ഭർത്താവുമായിട്ട് ലൈംഗിക ബന്ധം സ്ഥാപിച്ചാൽ എന്നാണ് അവിടെ ഷാഫി മദ്ഹബ് അർത്ഥം വെക്കുക. അതേസമയത്ത് മാലിക്കി മദ്ഹബ് ആ ആയത്തിന് അർത്ഥം വെക്കുന്നത് അവർ തമ്മിൽ ലൈംഗിക ബന്ധം ഏർപ്പെടാന്നുള്ളതല്ല, അവർ തമ്മിൽ ഒരു മുറിയിൽ ഒരു അറയിൽ കൂടിയാൽ തന്നെ പിന്നെ ഒരുപാട് നിയമങ്ങൾ അവർക്ക് ബാധകമായി, ലൈംഗിക ബന്ധം വേണമെന്നില്ല എന്നാണ്. അപ്പൊ അതേപോലെ ആയിരിക്കും ഇദ്ദ. ഉജൂബുൽ ഇദ്ദത്തി ഇൻദൽ മാലിക്കിയ്യത്തി ബിൽ ഖൽവത്തി സഹീഹ, അവർ തമ്മിൽ അറയിൽ കൂടിയാൽ തന്നെ പിന്നെ തലാഖില്ല, ഇദ്ദ നിർബന്ധമാവും. ഹത്താ വലൂ നഫസ് സൗജാനി അൽ വത്അ ഫീഹാ, അവർ രണ്ടുപേരും ഞങ്ങൾ ലൈംഗിക ബന്ധം സ്ഥാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും ശരി. ലിഅന്നൽ ഇദ്ദത ഹഖ്ഖുല്ലാഹി തആല ഫലാ തസ്ഖുതു ബിഇത്തിഫാഖിഹിം അലാ നഫീൽ വത്ഇ, ലൈംഗിക ബന്ധം ഇല്ല എന്നതിൽ അവർ ഏകോപിച്ചാലും അള്ളാഹുവിന് നൽകേണ്ടുന്ന അവകാശം ഒഴിവായി പോകൂല എന്നാണ് അവരുടെ മദ്ഹബ്. അപ്പൊ അതനുസരിച്ച് അവർ ഇദ്ദരിക്കേണ്ടി വരും. ഇദ്ദയിരുന്നതിന് ശേഷം പിന്നെ പരസ്യമായിട്ട് നിക്കാഹ് നടന്നോട്ടെ. ഇദ്ദയുടെ കാലയളവ് കഴിഞ്ഞതിന് ശേഷം അവർ പരസ്യമായിട്ട് നിക്കാഹ് നടക്കുക, പരസ്യമായിട്ടോ എങ്ങനെയാണോ നാട്ടിൽ നടക്കുന്നത് പോലെ നിക്കാഹ് നടക്കുക, അതിനൊന്നും കുഴപ്പമില്ല. അതാണ് ആ ചോദ്യത്തിന് നൽകാനുള്ള മറുപടി. ഇൻഷാ അല്ലാഹ് 2:30 മണി വരെയാണ് നമ്മുടെ സമയം. അത് കഴിഞ്ഞാല് 2:15 അത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ നേരത്തെ താഴത്തേക്ക് വീണുപോയതാണ്, അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കണം. എല്ലാവരും മേലെ ക്യൂന്ന ആൾക്കാർക്ക് ഞാൻ മേലുണ്ടായതാണ്, താഴത്ത് വീണുപോയതാണ്. സാർ എനിക്ക് ചോദിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാല് മീർ സാഹിബ് ചിരിക്കുക. ഏതായാലും ഞാൻ പറയേണ്ടതെന്ന് വെച്ചാൽ ഈ സാക്ഷികൾ സാധാരണ അതേയും സാക്ഷ്യപത്രത്തിൽ ഒപ്പിടണോ അല്ലെങ്കിൽ സാധാരണ അതിന് സാക്ഷികൾ ഉണ്ടായാൽ മതിയോ എന്നുള്ളതെന്ന് ഉസ്താദ് പറഞ്ഞാണ്. സാക്ഷ്യപത്രത്തിൽ ഒപ്പിടേണ്ടി വരുമോ സാക്ഷികൾ, അല്ലെങ്കിൽ സാക്ഷികൾ ഉണ്ടായാൽ മതിയോ എന്ന് പറഞ്ഞു തരുന്ന വലിയ ഉപകാരം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നിക്കാഹിന്റെ സിഹത്തിന് സാക്ഷികൾ ഉണ്ടായാൽ മതി. നിക്കാഹ് നടക്കുന്ന രംഗം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സാക്ഷികൾ ഉണ്ടായാൽ മതി. പക്ഷെ അത് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത് സുന്നത്താണ്. അങ്ങനെയുള്ള ഈ ഇടപാടുകളൊക്കെ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത് സുന്നത്താണ്. അത് പൊതുവെ ഉള്ളൊരു മസലയാണ്. ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത് അത് ആ ഇടപാടിന്റെ സാധുതക്ക് നിർബന്ധമില്ല, അത് സുന്നത്താണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിക്കാഹിൽ നിൽക്കുന്ന സാക്ഷികൾ അത് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത് സുന്നത്താണ്. മാത്രമല്ല പിന്നീട് വല്ല പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങളൊക്കെ ഇടപെടുമ്പോ ഈ നിക്കാഹിന്റെ സാക്ഷികളെ വിളിച്ചു വരുത്താനും കാര്യങ്ങൾക്കൊക്കെ ഉത്തരവാദപ്പെട്ട ഒരാൾ ഒപ്പുവാണല്ലോ. ഈ ഒപ്പിടുന്നത് എന്തിനാന്ന് വെച്ചാല് ഈ രേഖയിൽ ഒപ്പിടുന്നത് അവിടെ സാക്ഷിത്വം പൂർത്തിയാവാൻ വേണ്ടിയല്ല, രേഖയിൽ ഒപ്പിടുന്നത്. സാക്ഷ്യം വഹിക്കുന്നത് പൂർത്തിയാവാൻ വേണ്ടിയല്ല രേഖയിൽ ഒപ്പിടുന്നത്. മറിച്ച് പിന്നീടൊരു ഒരു സാഹചര്യത്തിൽ അവരെ സാക്ഷ്യം വഹിച്ചതിനെ മറ്റൊരു സ്ഥലത്ത് പോയി പറയാൻ ഉത്തരവാദപ്പെട്ട രണ്ടാളുകളെ ചുമതലപ്പെടുത്താൻ വേണ്ടിയാണ് രണ്ടാളുകൾ വിളിച്ചു വരുത്തി ഒപ്പിടിപ്പിക്കുന്നത്. അല്ലാതെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയല്ല. സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്രയോ
ആ ഒപ്പിട്ട ആളുകളെക്കാട്ടിലും ഉഷാറായ എത്രയോ ആൾക്കാരുണ്ടാവും. ഇനി നമ്മുടെ നാട്ടിലൊക്കെ പിന്നെന്താ സംഭവിക്കുന്നത്, സാധാരണ പള്ളിക്കത്തെ ഉസ്താദ് ചൊല്ലിക്കൊടുക്കും, മുക്രി തൊട്ടടുത്ത് തന്നെ ഇരിക്കും. അവര് തന്നെയല്ലേ ഏറ്റവും വലിയ സാക്ഷികള്, അവര് ഏറ്റവും വലിയ സാക്ഷികളല്ലേ, ആലിമീങ്ങളാണ്, പിന്നെ 5 വക്ത് നിസ്കരിക്കുന്നവരാണ്, ആ നാട്ടിലെ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ആൾക്കാരാണ്, ഏറ്റവും ആ നാട്ടിൽ നിർത്താൻ പറ്റുന്ന സാക്ഷികളാണ് അവരാണ്. പക്ഷെ അവർ രണ്ടുപേരും ഒപ്പിടുന്നില്ലല്ലോ, അവർ രണ്ടുപേരും ഒപ്പിടുന്നില്ല. ഒപ്പിടുന്നത് ആ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലൊക്കെയാണ് ഒപ്പിടുക. അത് എന്താ വെച്ചാൽ പിന്നീടുള്ള പ്രശ്നങ്ങൾക്കുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് ആ ഒപ്പിടുന്നത്. അവിടെ നടക്കുന്ന നിക്കാഹിന്റെ സിഹത്തിന് ആ സാക്ഷികൾ ഉണ്ടായാൽ മതി. അസ്സലാമലൈക്കും. ഉസ്താദ് തല കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഇരുന്നതിന് ശേഷം പിന്നീട് പരസ്യമായി നിക്കാഹ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോ സാധാരണ ഞാൻ കേട്ടിട്ടുള്ള ഒരു മസാല, ഇപ്പൊ ഒരു ഭർത്താവ് ഒരു പെണ്ണിനെ മൊഴി ചൊല്ലി കഴിഞ്ഞാൽ പിന്നീട് അവളെ വീണ്ടും വിവാഹം ചെയ്യണമെങ്കിൽ വേറൊരു പുരുഷൻ വിവാഹം ചെയ്യുകയും ഇജ്മാഅ് ചെയ്യുകയും പിന്നീട് അവളെ തലാഖ് ചെല്ലുകയും വേണം എന്നുണ്ടല്ലോ. അപ്പൊ അതൊന്ന് ഉസ്താദ് വിശദീകരിക്കുക. ഉസ്താദ് നേരത്തെ പറഞ്ഞത് ഇദ്ദേഹത്തിന് ശേഷം വീണ്ടും നിക്കാഹ് പരസ്യമായി നിക്കാഹ് ചെയ്യാമെന്നാണ്. അപ്പൊ അതൊന്ന് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും. 3 തലാഖിന്റെ മസലയാണ്. 3 തലാഖ് ഒരുമിച്ചോ 3 വട്ടമായിട്ടോ ഒരു പുരുഷൻ പെണ്ണിനെ ചൊല്ലി, അങ്ങനെയാണെങ്കിൽ പിന്നീട് മറ്റൊരാള് നിക്കാഹ് ചെയ്യണം. ആ നിക്കാഹ് പരസ്യമായിട്ടും ആവാ സ്വകാര്യമായിട്ടും ആവാ, മറ്റൊരാൾ നിക്കാഹ് ചെയ്യണം. പിന്നെ അയാൾ നിക്കാഹ് ചെയ്തിട്ട് ലൈംഗിക ബന്ധം സ്ഥാപിച്ച് തലാഖ് ചൊല്ലിയിട്ട് അതിന്റെ അഴുദ്യം കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇയാൾക്ക് തിരിച്ച് അധികം നിക്കാഹ്, അതും പരസ്യമായിട്ടാവാം. അത് 3 തലാഖുമായി ബന്ധപ്പെട്ട മസലയാണ്. പൊതുവെ എല്ലാ തലാഖിനും ആ മസലല്ല. അസ്സലാമു അലൈക്കും. ഇവിടെ ആരും മൈക്ക് എടുത്തില്ല, അതുകൊണ്ടെടുത്താണ്, ക്ഷമിക്കുക. ഉസ്താദ് പറഞ്ഞു രേഖപ്പെടുത്തപ്പെടാത്ത മദ്ഹബുകൾ നമുക്ക് സ്വീകാര്യയോഗ്യമല്ല. അപ്പോ എല്ലാ കാര്യങ്ങളും മദ്ഹബിലെ എല്ലാ വിഷയങ്ങളും ഫിഖിലെ എല്ലാ വിഷയങ്ങളും രേഖപ്പെടുത്തപ്പെടണോ, അതോ നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന വിഷയത്തിൽ ഇപ്പൊ നിക്കാഹിന്റെ കാര്യത്തിലാണെങ്കിൽ നിക്കാഹുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നമുക്ക് ലഭ്യമാവണമെന്നാണോ ഉദ്ദേശിച്ചത്, അതോ എല്ലാ കാര്യങ്ങളും അതിൽ ബന്ധപ്പെടണമെന്നാണോ ഉദ്ദേശിച്ചത്? എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടണമെന്നാണോ ഒരു ഈ 4 മതമല്ലാത്ത മറ്റൊരു പണ്ഡിതന്റെ വാക്ക് നമ്മൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടി യോഗ്യതയായിട്ട് വേണ്ടത്? അസ്സലാമു അലൈക്കും. എഴുതി വെക്കുക എന്നുള്ളത് ഇപ്പൊ നിക്കാഹിന് എഴുതി വെക്കുക എന്നുള്ളതേ, സാക്ഷികൾ സാക്ഷ്യം വഹിച്ച കാര്യം എഴുതി വെക്കുക എന്നുള്ളത് സുന്നത്താണ്. അത് എല്ലാ പൊതുവിലുള്ള ഇടപാടുകൾക്കൊക്കെ അത് സുന്നത്താണ്. ഖുർആനിലിപ്പോ പിന്നെ അൽ-ബഖറ സൂറത്തിൽ പറയുന്നുണ്ടല്ലോ 282-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹു വൽയക്തുബ് ബൈനകും കാതിബുൻ ബിൽ അദ്ൽ വലാ യഅബ കാതിബുൻ അൻ യക്തുബ കമാ അല്ലമഹുല്ലാഹു ഫൽയക്തുബ് വൽയുംലില്ലദീ അലൈഹിൽ ഹഖ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. അത് എല്ലാ വിഷയത്തിനും ബാധകമാണ്. എന്ന് വെച്ചാൽ ഒരു വിഷയത്തിൽ ഇപ്പോ പിന്നെ ഒരു കരാറ് 2 പേർ തമ്മിൽ ഏർപ്പെടുകയാണെങ്കിൽ അവര് വാക്കാലാണ് ശരിക്ക് കരാറ് നടത്തേണ്ടത്. ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ വാചികമാണ്. ഇസ്ലാമിന്റെ ഇടപാടുകളൊക്കെ വാചികമായിട്ട് നടത്തുക എന്നുള്ളതാണ് അതിന്റെ പ്രഥമ നടപടി. അതിന്റെ എന്താ പറയാ, പ്രാഥമിക നടപടി അങ്ങനെയാണ്. നമ്മളെ ഇപ്പോഴത്തെ നാട്ടിലത്തെ ഉറുഫനുസരിച്ചല്ല. ഇപ്പൊ നമ്മൾ വാക്കുകൾക്ക് വിലയില്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഓഫീസുകളിലൊക്കെ വാക്കുകൾക്ക് ഒരു വിലയില്ല, ഒക്കെ എഴുതലാണ്. ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ അപേക്ഷിക്കുന്നു തൊള്ളോട് പറഞ്ഞിട്ട് അത് സ്വീകാര്യമല്ല, എഴുതിയാണ് കൊടുക്കണം. അതാണ് അതിന്റെ. പക്ഷെ ഇസ്ലാം പറയുന്നത് എന്താ വെച്ചാല് ഇതൊക്കെ സഹീഹാവാൻ പിന്നെ വാക്കുകൾ മതി. അതേസമയത്ത് പിൽക്കാലത്ത് അത് നിഷേധിക്കപ്പെടാതിരിക്കാനും അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങൾക്ക് ഉപയോഗിക്കാനും സൗകര്യപ്പെടാൻ വേണ്ടി ഇതൊക്കെ എഴുതി വെക്കുന്നത് സുന്നത്താണ്. വൽയക്തുബ് ബൈനകും കാതിബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതി വെക്കുന്നത് സുന്നത്താണ്. അതിന് ഇക്കാര്യം മാത്രമല്ല, മറ്റു പിന്നെ ഇടപാടുകളിലും കച്ചവടങ്ങളിലും അതുപോലുള്ള കരാറുകളിലും ഒക്കെ എഴുതി വെക്കുക എന്നുള്ളത് സുന്നത്താണ്. അസലല്ല. പിന്നെപ്പോ എന്താണ്, പിന്നെ പണ്ഡിതന്റെ വാക്ക് പിന്നെ ഡോക്ടർ പറഞ്ഞെന്താന്ന് മനസ്സിലായില്ല.
അസ്സലാമു അലൈക്കും. അതായത് ഇമാം സുഹരിയെ പോലെയുള്ള ഈ 4 മദ്ഹബിൽ പെടാത്ത മറ്റു പണ്ഡിതന്മാരുടെ വാക്കുകൾ നമുക്ക് സ്വീകാര്യയോഗ്യമല്ല എന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പൊ അത് ഈ വിഷയത്തിൽ മാത്രമാണോ അതോ അവര് അതിനെക്കുറിച്ച് പറഞ്ഞത് അതിന്റെ എല്ലാ വിവരങ്ങളും നമുക്ക് ലഭ്യമാവണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ? അപ്പോൾ എല്ലാ വിവരങ്ങളും ഉദ്ദേശിച്ചത് ഫിഖിയിലെ എല്ലാ കാര്യത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളാണോ? നമ്മൾ ഒരു ചോദ്യത്തിന് അർഹമായ ഒരു വിഷയം, അതായത് നിക്കാഹിനെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും ആ പണ്ഡിതന്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണോ? എന്താണ് ഉദ്ദേശിച്ചത്? അപ്പോൾ ഒരു കാര്യത്തിലും നമുക്ക് അത്തരം പണ്ഡിതന്മാരെ സ്വീകരിക്കാൻ പറ്റൂല എന്നാണോ? അത് ചോദ്യം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവുന്നു വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഡോക്ടർ ചോദ്യപ്പോഴാണ് മനസ്സിലായി. ഞാൻ വേറെ ആദ്യം വിചാരിച്ചപ്പോ പിന്നെ അതിന് തൊട്ടുമുമ്പ് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഡോക്ടർ ചോദിച്ച ചോദ്യം ഇതാണ്. ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, സുഹരിയെ പോലുള്ള മുൻഗാമികളായ ക്രോഡീകൃത മദ്ഹബുകളല്ലാത്ത മദ്ഹബുകളുടെ ഇമാമുകളുടെ കൗലുകൾ പിടിച്ചിട്ട് അമല് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള ചർച്ചയിൽ അത് പാടില്ല. കാരണം അവരുടെ മദ്ഹബുകൾ അവ പൂർണ്ണമായിട്ട് നമുക്ക് ലഭ്യമല്ല, അതുകൊണ്ട് സ്വീകാര്യമല്ല എന്നാ പറഞ്ഞത്. അത് നിക്കാഹിന് മാത്രമല്ല, എല്ലാ മസലയിലും അങ്ങനെ തന്നെ. നിസ്കാരം മുതൽ ത്വഹാറത്തിന്റെ അധ്യായം മുതൽക്ക് എത്തിക്കിന്റെ ബാബ് വരെ, അങ്ങനെ സാധാരണ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയാറുള്ളത്. ത്വഹാറത്ത് ശുദ്ധീകരണത്തിന്റെ അധ്യായം മുതൽ പിന്നെ അടിമമോചനത്തിന്റെ അധ്യായം വരെ എന്നുള്ളതാണ്. നമ്മൾ ഫത്തുൽ മില്ലത്ത് അങ്ങനെയാണ് തുടങ്ങുന്നത്. അതിനാന്ന് വെച്ചാല് അതിലൊരു പിന്നെ സൂചന ഉണ്ട്. ഒരു മനുഷ്യൻ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ആരംഭിച്ച് നരകമോചനത്തിലൂടെ പര്യവസാനിപ്പിക്കണം എന്നതിലേക്കൊരു സൂചനയായിട്ടാണ്. സംഗതി ദുന്യാവത്തെ കാര്യമാണ് ചർച്ച ചെയ്യുന്നതെങ്കിലും ആത്മീയമായൊരു വശത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരങ്ങനെ ആ പാഠക്രമം അങ്ങനെ ക്രമീകരിച്ചത്. അപ്പൊ അവിടെ മുതൽക്ക് അവിടം വരേക്കുള്ള എല്ലാ മസലയിലും അതന്നെയാണ് നിയമം. എല്ലാ മസലയിലും നിയമം അതാണ്. ഇനി ഏതെങ്കിലും ഒരു മസ്അലയിൽ ആ മസ്അലയിലുള്ള പൂർണ്ണമായ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിൽ 4 മദ്ഹബല്ലാത്ത ആളുകളെയും നമുക്ക് അവലംബിക്കാം. പക്ഷെ അത് നമുക്ക് ലഭ്യമല്ലല്ലോ എന്നാണ് അബ്ദുൽ ഹമീദ് ഷെർവാനിയൊക്കെ പറഞ്ഞത്. ഇത് ലഭ്യമാണോ അല്ലോ? ലഭ്യമാണെങ്കിൽ അവലംബിക്കാം, ലഭ്യമല്ലല്ലോ എന്നാണ് അവരൊക്കെ പറയുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഒരു പെൺകുട്ടിയും പിതാവും കൂടിയിട്ട് ഇഷ്ടപ്പെട്ട പുരുഷന്റെ പേരിൽ തർക്കമുണ്ടാകുകയും പെൺകുട്ടി ഒരു ഖാദിയെ നിക്കാഹിനു വേണ്ടി ഏർപ്പാടാക്കുകയും ആ നിക്കാഹ് നടക്കുകയും അതേസമയം തന്നെ പിതാവ് വേറൊരു നിക്കാഹ് നടത്തുകയും ചെയ്താൽ ഏത് നിക്കാഹിനാണ് വാലിഡിറ്റി ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഒരു പെണ്ണ് എന്ത് ചെയ്തു വെച്ചാൽ പിതാവ് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വിസമ്മതിച്ചു. അപ്പോ നിയമപ്രകാരം പിന്നെ ഖാദിക്ക് നിക്കാഹിനുള്ള അധികാരം വരികയാണ്. ഖാദി നിക്കാഹ് ചെയ്തു കൊടുക്കുന്നതിന് മുമ്പായിട്ട് പെണ്ണിന്റെ സമ്മതം ചോദിക്കാന്ന് പോലുള്ള മസലകളൊക്കെ പാലിക്കണം. ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഖാദി നിക്കാഹ് നടത്തി കൊടുത്തു. അതോടൊപ്പം തന്നെ പിതാവ് നിക്കാഹ് നടത്തി കൊടുത്തു. എന്നാൽ അതിന് ഏതാണ് പിതാവ്? പിന്നെ അയാളെ വിസമ്മതം ഒഴിവാക്കിയിട്ട് അയാൾ നിക്കാഹ് ചെയ്ത് കൊടുത്തു. ആദ്യം ഏത് നിക്കാഹാണോ നടക്കുന്നത് അത് നടക്കും. അതാ നടക്കും. ഇപ്പൊ ഏതുപോലെ വെച്ചാല് ഒരു പെണ്ണിന് ബാപ്പിയില്ല ബല്ലിപ്പില്ല, 2 ആങ്ങളാരുള്ളത്. ഒരാങ്ങള പെരുന്തമണെന്ന് നിക്കാഹ് കൊടുത്തു, മറ്റേ ആങ്ങള മലപ്പുറത്ത് നിക്കാഹ് കൊടുത്തു. എന്നാൽ ഏത് നിക്കാഹ് സഹിയാകുക? ആദ്യം നടന്ന നിക്കാഹ് സഹിയാവും. 2 നിക്കാഹ് ഒപ്പം നടന്നാലോ? എന്നാൽ രണ്ടും അറിഞ്ഞാത്ത സക്കത്താന്നല്ലേ. രണ്ടും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമായതുകൊണ്ട് രണ്ടും മാറ്റി വെക്കണം. എന്നിട്ട് ഏതെങ്കിലും നിക്കാഹ് പുതുക്കണം. അങ്ങനെ വരും. വേറെ പുരുഷനെ എന്ന് പറയുന്നുണ്ട്. അതെ, വേറെ പുരുഷനെ തന്നെ നിക്കാഹ് കൊടുക്കുക. വേറെ പുരുഷനെ ആണെങ്കിലും ഇനി ഒരേ പുരുഷനെ ആണെങ്കിലും വേറൊരു പുരുഷനെ നിക്കാഹ് കൊടുത്താലും ഒരേ പുരുഷൻ നിക്കാഹ് കൊടുത്താലും ആദ്യം ആരാണ് നിക്കാഹ് കൊടുത്തത് അത് നടക്കും. രണ്ടും ഒപ്പായാലോ ഏതെങ്കിലും ഒന്ന് പുതുക്കണം. ഏതെങ്കിലും ഒന്നുമില്ല. പിതാവ് വിസമ്മതം മാറ്റിയിട്ട് അയാൾ വീണ്ടും സമ്മതിക്കുകയാണെങ്കിൽ അയാൾക്ക് അധികാരമുള്ളൂ. അപ്പൊ ഖാദിക്ക് അധികാരമില്ല. അപ്പൊ പിന്നെ അയാളുടെ നിക്കാഹ് മാത്രമേ നടക്കുള്ളൂ. അതേസമയത്ത് ഖാദിക്ക് അധികാരം ലഭിച്ചു, ഖാദി നിക്കാഹ് കൊടുത്തു, അതേ ടൈമിൽ തന്നെ അതിന്റെ തൊട്ടു മുമ്പായിട്ട് പിതാവ് നിക്കാഹ് നടത്തി കൊടുത്താല് അല്ലേ? അപ്പൊ പിന്നെ ആദ്യം ആരോ നടത്തിയത് അയാളെ നിക്കാഹ് നടക്കും. ഏതുപോലെ ഒരു പെണ്ണിന് 2 ആങ്ങളാരാണ് രക്ഷിതാക്കളായിട്ടുള്ളത്. അതിലൊരാങ്ങള ഒരു പുരുഷന് നിക്കാഹ് കൊടുത്തു, വേറൊരാങ്ങള വേറൊരു പുരുഷന് നിക്കാഹ് കൊടുത്തു. അല്ലെങ്കിൽ 2 ആങ്ങളാരും തന്നെ ഒരേ പുരുഷന്
രണ്ടാങ്ങളാരും എങ്ങനെ ഒരേ പുരുഷൻ നിക്കാഹ് കൊടുക്കുക? 2 സമയത്തായിട്ട് നിക്കാഹ് കൊടുത്തു. എന്നാൽ ആദ്യം നടന്ന നിക്കാഹ് സഹിയാകും, രണ്ടാമത് അത് സ്വീകാര്യവുമല്ല. അങ്ങനെയാണ് അതിന്റെ മസല. CP ദോസ്തന്റെ കൈബുക്കിട്ട് മൈക്ക് വേണ്ടേ സുഹൃത്തെ? CP ദോസ്റ്റ് അരീക്കോട് മൈക്ക് വേണ്ടേ? ഉസ്താദിന്റെ പറഞ്ഞ സമയമായിട്ട് 3 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ്. അദ്ദേഹം ഇല്ല ഇവിടെ. ഓക്കെ, MT താരിം ഉസ്താദ് മൈക്കിൽ വരുന്നുണ്ടോ? ഉസ്താദ് മൈക്കിൽ വരുന്നുണ്ടോ? ഞാൻ മൈക്ക് വിടണോ? MT താരിം ഉസ്താദ് മൈക്ക് വിടണോ ഞാൻ? ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അപ്പൊ നമ്മൾ നിർത്തല്ലേ എന്ന് പറയാൻ വേണ്ടിയാണ് ഒന്നിച്ചാണ്. വിശാല ബാക്കി നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഏതായാലും വളരെ സജീവമായിട്ട് ഈ വിഷയത്തിൽ പങ്കെടുക്കുകയും വലിയ ഒരുപാട് നല്ല ബുദ്ധിമാന്മാരും പ്രഗത്ഭരായ ആളുകൾ തന്നെ ചർച്ച സജീവമാക്കുകയും ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ നൽകുന്ന മറുപടികൾക്ക് പലതും അതായത് മറ്റു മദ്ഹബുകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ആ മദ്ഹബിന്റെ വിശദാംശങ്ങൾ ചിലതൊക്കെ അറിയുന്നതാണ്. പക്ഷെ എങ്കിലും അത് നോക്കാതെ പറയാനുള്ള ഒരു ഭയം കാരണത്താൽ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ചില വിഷയങ്ങൾ ആദ്യം പറഞ്ഞതിനെ തിരുത്തപ്പെട്ടിട്ടുണ്ട്. തിരുത്താൻ വേണ്ടി പല സഹോദരങ്ങളും PM-ലൂടെ സഹായിച്ചിട്ടുണ്ട്. അവസാനം ബഹുമാനപ്പെട്ട നൂർ ഫൈസ് ഉസ്താദ് നല്ല വിശദമായ ഒരു PM അയച്ച് അതിൽ നേരത്തെ പറയുകയും പിന്നീട് തിരുത്തുകയും ചെയ്ത ആ ഇദ്ദയുമായി ബന്ധപ്പെട്ട മസല വിശദമായിട്ട് തന്നെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ പാടുമ്പോൾ വായിച്ച് അർത്ഥം വെച്ച് വിശദീകരിക്കാനുള്ള ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് വളരെ നല്ല ഒരു വിധത്തിൽ ഒരു കർമ്മശാസ്ത്രപരമായ ഒരു മസല, അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ പരിചയപ്പെട്ടു പോരുന്ന ഷാഫി മദ്ഹബ് അല്ലാത്ത മറ്റു മദ്ഹബുകൾ കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന വിഷമങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അറിവില്ലായ്മയുടെ ആഴം അളക്കപ്പെടുന്ന സന്ദർഭങ്ങൾ, അതെല്ലാം ഒരുമിച്ച് കൂടിയ ഒരു ചർച്ചയായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സമയം ചെലവാക്കിയതിനെ സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ. ബഹുമാനപ്പെട്ട MT താരിമി ഉസ്താദ് മാഷാ അല്ലാഹ് നാട്ടിൽ 2:30 മണിയായിട്ടുണ്ട്. വളരെ വളരെ നല്ല ക്ലാസ്. ഞാൻ ആദ്യം മൈക്കെടുത്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സംശയങ്ങളും ചോദ്യകർത്താക്കൾക്ക് അവസരം പോലും ഇല്ലാത്ത രീതിയിലുള്ള വളരെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ടുള്ള വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു. പിന്നെ വെറുതെ പല ചോദ്യങ്ങളും ഉണ്ടാക്കി ചോദിക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം. അത്ര ക്ലിയർ ആയിട്ടുള്ള ക്ലാസ്സാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട MT താരിമി ഉസ്താദിന് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂമിലുള്ള എല്ലാ ഉസ്താദുമാർക്കും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും ബറക്കത്തും പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന സാന്ദ്രമായ ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇനി മറ്റ് പരിപാടികളിലൊക്കെ പോകാൻ മുഹമ്മദ് കുട്ടി സാഹിബ് ഒക്കെ മൈക്കിലേക്ക് വരണം. കുട്ടി സാഹിബ് ഇതൊക്കെ മൈക്കിലേക്ക് വരണം. വളരെ അല്ലെ പിന്നെ പറയാൻ വാക്കുകളിൽ അത്ര നല്ല ക്ലാസ്സുകളായിരുന്നു. അത്ര നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ സ്ഥിരീകരിപ്പ സാഹിബ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ നല്ല രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു. അൽഹംദുലില്ലാ. പിന്നെ സിദ്ദീഖ് സാഹിബ് മൈക്കിൽ വരുന്നുണ്ട്. ഞാൻ മൈക്കിൽ റിലീസ് ചെയ്യാം. അമീർ സാഹിബ് എല്ലാവരും ഉണ്ട്. ഞാൻ മൈക്കിൽ റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, സഹപ്രവർത്തകരെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട MT താരിമി ഉസ്താദ് കേൾക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വളരെയധികം നന്ദിയുണ്ട്. കാരണം ഈ വിഷയം പല രീതിയിലിരിക്കേണ്ടിയിരുന്നത് എന്ന് വെഞ്ചിരിക്കുമ്പോ ഓരോ സെന്റൻസുകളും വരുമ്പോ ഓക്കെ അതൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് MT താരിമി ഉസ്താദ് തന്നെ അത് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ അതിന്റെ പൂർണ്ണമായ
ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പല ചോദ്യങ്ങൾക്കും മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് ഇൻഷാല്ലാ അതും കൂടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അമീർ സാഹിബിന് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരികളും നിക്കാഹ് സംബന്ധമായ വിഷയങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി ഹറാമുകളോ അല്ലാഹു അനുവദിക്കാത്തതോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കാതെ സൂക്ഷിക്കണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ്, ഉണർത്തുകയാണ്. വളരെ അച്ചടക്കത്തിലും വളരെയധികം അല്ലാഹുവിനെ ഭയപ്പെട്ടും കാര്യങ്ങളെ നോക്കിക്കാണുന്ന വലിയൊരു ചെറുപ്പക്കാരുടെ വിഭാഗം, ഒരു വലിയ ശതമാനം തന്നെ ചെറുപ്പക്കാർ ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതറിയുന്നതിൽ കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം ഒരു പിതാവ് അവരുടെ മകളെ ഭർത്താവിന് നിക്കാഹിന്റെ വചനം ചൊല്ലിക്കൊടുത്ത് നിക്കാഹ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ പറ്റും എന്ന ഒരു പരാമർശം ഒരു സംശയത്തിന് നിവാരണമായിട്ടും വിശദീകരണമായിട്ടും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാലിക്കി മദ്ഹബിലെ ഈ ഒരു അഭിപ്രായം നമ്മുടെ നാട്ടിൽ ഷാഫിഈ മദ്ഹബാണ് അംഗീകരിക്കുന്നത്, നമ്മൾ ആചരിച്ചു പോരുന്നത് എന്ന വിഷയത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിലെ നിക്കാഹുകളൊക്കെ നടക്കുന്നത് തീർച്ചയായും നമ്മുടെ മദ്ഹബിൽ തന്നെ നിന്നുകൊണ്ട് സാക്ഷികളെ വിസ്തരിച്ച് നിക്കാഹിന്റെ എല്ലാ ഷർത്തുകളും പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം എന്ന് ഉണർത്തേണ്ട ആവശ്യമില്ല. ഒരു പുതിയ വിവാദമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ നടത്താനുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ ഈ വിഷയം ഒന്നുകൂടെ ചർച്ചക്കിടുന്നത്. അതായത് നമുക്ക് ചില മനസ്സിലാവാത്ത ചില വിഷയങ്ങൾ മനസ്സിലായി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് അവ്യക്തമായ വിഷയം വ്യക്തമായി വരുന്ന സമയത്ത് അതിന്റെ ഒരു വിശദീകരണം ഒന്നുകൂടെ ജനങ്ങൾക്ക് നൽകുന്നത് അറിയിക്കുന്ന ഉത്തമമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. മാലിക്കി മദ്ഹബിന്റെ കിതാബുകൾ നമ്മുടെ ഉസ്താദുമാർ, എന്റെ പ്രഗത്ഭരായ ഉസ്താദുമാരും നമ്മുടെ നൂർ ഫൈസൽ ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാരും ഒക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച വന്നതിന്റെ ശേഷം ഒരുപാട് പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ചെറുപ്പക്കാർ ഇനി എങ്ങാനും തന്നെ നമ്മുടെ മാലിക്കി മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ നിക്കാഹ് ചെയ്യുന്ന പക്ഷം ഒരു കാര്യം കൂടെ ഞാൻ ഉണർത്തുകയാണ്. ആനന്ദിച്ചുകൊണ്ട് അതല്ലെങ്കിൽ സംസാരം തലദ്ദുദ് ബിൽ കലാം, മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായത്തിൽ തന്നെ ഇങ്ങനെ നിക്കാഹ് സ്വഹീഹാവും എന്ന വിഷയം ശരിയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ സാക്ഷികളില്ലാതെ തന്നെ നിക്കാഹ് സ്വഹീഹാവും. എന്നാൽ ആ നിക്കാഹിലൂടെ ഭാര്യയെ സമീപിക്കണമെങ്കിൽ സാക്ഷികളെ വിസ്തരിക്കണം. അത് മുമ്പ് പറഞ്ഞ ആ വിഷയത്തിൽ തിരുത്തുകളൊന്നുമില്ല, അതങ്ങനെ തന്നെയാണ്. എന്നാൽ അവർ ആനന്ദിക്കുന്നത്, സംസാരിച്ച് സല്ലപിക്കുന്ന വിഷയം, ആ വിഷയത്തിൽ നിയന്ത്രണം വേണമെന്ന് തന്നെയാണ് മാലിക്കി മദ്ഹബിലും ഉള്ള അഭിപ്രായം. അതുകൊണ്ട് നിക്കാഹ് സ്വഹീഹാവും എന്ന ആ വിഷയം മാത്രം എടുത്തുകൊണ്ട് ചെറുപ്പക്കാര് അവര് സംസാരിച്ചുകൊണ്ട് ആനന്ദിക്കുകയോ, സാധാരണഗതിയിൽ നിക്കാഹിന്റെ മുമ്പുള്ള സംസാരങ്ങൾക്കൊക്കെയുള്ള ഇസ്ലാമിന്റെ വിധിയും അങ്ങനെ തന്നെയാണ്. അപ്പൊ മാലിക്കി മദ്ഹബിൽ അഖദ് സ്വഹീഹാവും എന്ന വിഷയം ശരിയാണ്. പക്ഷേ വലാ യജൂസു തലദ്ദുദ് ബിൽ കലാം എന്നൊരു വാചകം മദ്ഹബിന്റെ കിതാബുകളിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയം കൂടെ അറിയിക്കുകയാണ്. നമ്മൾ എന്നാൽ തന്നെയും ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് നമ്മൾ പൂർണ്ണമായി ഇതിൽ തന്നെ നിക്കാഹ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. എന്നാൽ അവർക്ക് ആനന്ദിച്ചുകൊണ്ട് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ തന്നെ ആയിക്കൊള്ളുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അറിയാനും ഒരുപാട് ചർച്ച ചെയ്യാനുമൊക്കെ ഈ ഒരു വിഷയം സഹായകമായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. നമ്മൾ എതിരാളികളായാലും കൂടെയുള്ളവരായാലും ആരായിരുന്നാലും ഇൽമിന്റെ ദീനിന്റെ വിഷയം നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും തിരുത്തലുകളോ അല്ലെങ്കിൽ അതിൽ വിശദീകരണങ്ങളോ തൊടുമ്പോഴേക്കും അതൊരു കോൺട്രവേഴ്ഷ്യലാക്കുകയോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വേറെ വല്ല ഫിത്തനകൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നതിന് പകരം അത് പോസിറ്റീവായിട്ട് ജനങ്ങൾ സ്വീകരിക്കണം എന്നുകൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ ഒക്കെ സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് പല സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാകുമ്പോൾ. എന്നാൽ ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടെടുത്ത് നമ്മൾ നന്മയും എൽമും പ്രചരിപ്പിച്ച് ജനങ്ങൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധവും പേടിയും ഭയപ്പാടും ഉണ്ടായി അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാരുടെ ഒരുപാട് ഉപദേശങ്ങളും അവരുടെയൊക്കെ എൽമും ഒക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായത്തിൽ തന്നെ നിലനിന്നുകൊണ്ട്
ഈ ഒരു വിഷയം കൂടെ ഞാൻ ഉണർത്തുകയാണ്. അതിലെന്ത് ചെയ്യരുത്, ചെറുപ്പക്കാർ ആനന്ദിച്ചുകൊണ്ടുള്ള സംസാരം ഒഴിവാക്കേണ്ടതാണ് എന്നുകൂടെ അറിയിക്കുന്നു. കാരണം ശരീഅത്തിന്റെ ഈ കാഴ്ചപ്പാട് വലിയൊരു അത്ഭുതം കൂടെയുണ്ട്. ഒരു വളരെ ശാരീരികമായി അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ നിശ്ചയം കഴിഞ്ഞ് സംസാരിക്കുന്നതൊക്കെ ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായി മനഃശാസ്ത്രപരമായി നോക്കിയാൽ തന്നെ വലിയ അബദ്ധമാണെന്നാണ്. കാരണം നമ്മുടെ ഭാര്യ അല്ലാതിരിക്കുന്ന ഒരാളോട് നമുക്ക് ഒരുപാട് ഭാവനാവിലാസങ്ങളും ഒരുപാട് സങ്കല്പങ്ങളും കൂടി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സംസാരങ്ങളാണ് ഉണ്ടാവുക. യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊന്നും കാണാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹ്യശാസ്ത്ര മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് അങ്ങനെ ഒരു സംസാരം നടക്കുന്നതോടുകൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് വിചാരിച്ചതുപോലെ, മുമ്പ് കേട്ടതുപോലെ, മുമ്പെന്റെ പ്രതിഷ്ഠിത വരൻ എന്നോട് സംസാരിച്ചതുപോലെ അല്ലല്ലോ ഇപ്പൊ പെരുമാറുന്നത് എന്നൊക്കെ തോന്നി മാനസികമായ ഒരു പ്രയാസം വരാനും അത് ഇടയാക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആവാം, നമുക്കറിയില്ല. അല്ലാഹു ആലം, അല്ലാഹുവിന്റെ മുറാദ് നമുക്കറിയില്ല. നമ്മുടെ ശരീഅത്തിൽ പോലും അങ്ങനെ ഒരു നിയമം വരാൻ കാരണം അതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രോപ്പറായി കല്യാണം കഴിഞ്ഞ് നിക്കാഹ് ചെയ്ത് അല്ലാഹു പറഞ്ഞ ആ രീതിയിലുള്ള അച്ചടക്കത്തോടുകൂടെ ജീവിക്കുന്ന ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിലും മക്കളിലും സമൂഹത്തിലൊക്കെ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആലിമീങ്ങളും ഉസ്താദുമാരുമായ ആളുകൾ അവരുടെയൊക്കെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സും ബറക്കത്തും ആഫിയത്തും സലാമത്തും വർദ്ധിപ്പിക്കുമാറാകട്ടെ. പിന്നെ وأقول كما قال الصالحون قبلنا إن أصبت فمن الله وإن أخطأت فمني ومن الشيطان. നമുക്ക് അല്ലാഹു തആല നല്ല അറിവ് അറിയിച്ചു തരുന്നത്, അല്ലാഹു നമുക്ക് ഇൽമു തരുന്നത്, നമ്മൾ കാര്യങ്ങൾ നേരെ പറയുന്നത് അല്ലാഹുവിന് കിട്ടുന്ന വലിയൊരു സഹായമാണ്. നമുക്ക് എന്തെങ്കിലും പഴച്ചു പോവുകയാണെങ്കിൽ നമ്മിൽ നിന്നും പിശാചിൽ നിന്നുമാണ്. അല്ലാഹുവിനോട് നമ്മൾ നാഫിയ ഇൽമു ചോദിക്കാം. അല്ലാഹു നമുക്കൊക്കെ നാഫിയ ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അപ്പോ ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു വിശദീകരണം കൂടെ അതിലേക്ക് ചേർത്ത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപേക്ഷിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സ്നേഹനിധികളായ കുട്ടികളെ, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, എനിക്ക് ഈ പ്രിയപ്പെട്ട സിംസാറുൽ ഹഖ് ഹുദവിനോട് വല്ലാത്ത സ്നേഹമാണുള്ളത്. ചെറിയ സ്നേഹമല്ല, വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തിന് കാരണം അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ സാധാരണ കേൾക്കാറുണ്ട്. എന്റെ സ്വന്തം ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ അതിലുണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന എന്റെ പല സുഹൃത്തുക്കളും പിന്നെ അബുദാബിയിലുണ്ട്. സാധാരണക്കാരായ പല ആളുകളും അബുദാബിയിലൊക്കെ ഉണ്ട്. അവരൊക്കെ സ്ഥിരമായി ഈ സിംസാറുൽ ഹഖ് ഹുദവിയുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി പോവാറുമുണ്ട്. സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നവരാണ്. അവരിലും മാത്രമല്ല, അവരുടെ കുടുംബത്തിലും ഈ സിംസാറുൽ ഹഖ് ഹുദവിയുടെ പ്രസംഗം വലിയ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ്. വളരെ മോശമായി കഴിഞ്ഞിരുന്ന പല യുവാക്കളും വലിയ ആബിദീങ്ങളായി മാറിയിട്ടുണ്ടെന്ന ഇസ്ലാമിക മര്യാദകൾ അനുസരിച്ച് സുന്നത്തുകൾ എടുത്തുകൊണ്ട് ജീവിക്കുന്ന വലിയൊരു മാറ്റം അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് വളരെ സ്നേഹം. എന്നാൽ ഇപ്പോഴത്തെ ഈ തിരുത്തുണ്ടല്ലോ, ഈ തിരുത്തലോടുകൂടി അദ്ദേഹത്തിനോടുള്ള സ്നേഹം ഇതുവരെയൊക്കെ ഉണ്ടായിരുന്നതിന്റെ 100 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 100 ഇരട്ടി, ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും ഒരു 100 ഇരട്ടി ആ സ്നേഹം വർദ്ധിച്ചിട്ടുണ്ട്. അതാണ് ഒരു മുഅ്മിന്റെ സ്വഭാവം. അതാണല്ലേ, അതെ. പിന്നെ ഒരു വിഷയം, ആ വിഷയത്തിൽ തിരുത്തി കൊടുക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും. പടച്ചോനെ, എന്റെ അടുത്ത് തെറ്റുണ്ടാവുമ്പോൾ അത് തിരുത്തി തരാൻ ആളുണ്ടല്ലോ എന്ന സന്തോഷം. എന്ന് മാത്രമല്ല, അത് എത്രയും വേഗം അതുകൊണ്ട് ജനങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി അത് വേഗം എത്രയും വേഗം ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുക എന്ന ഈ ഒരു സ്വഭാവം അത് നല്ല മുഅ്മിനീങ്ങൾക്ക്, നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞ വിഷയമാണ്. ഞാൻ അദ്ദേഹത്തെ ഈ വിഷയം ഉണ്ടായപ്പോ എനിക്ക് തന്നെ പല ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. മാലിക്കി മദ്ഹബിലെ കിതാബുകൾ നോക്കിയപ്പോൾ നിക്കാഹ് സഹീഹാവാൻ സാക്ഷികൾ ആവശ്യമില്ല എന്ന് കരുതി അതുകൊണ്ട് തന്നെ ഇനി അത് പിന്നെ ജിമാഇന്റെ മുമ്പായിക്കൊണ്ട് സാക്ഷികളെ ഹാജരാക്കിയാൽ മതി, വത്തുഇന്റെ മുമ്പ്, ദുഖൂലിന്റെ മുമ്പ് സാക്ഷികളെ ഹാജരാക്കിയാൽ മതി എന്നൊക്കെ കിതാബുകളൊക്കെ കണ്ടപ്പോ ഞാനും അങ്ങനെ കരുതിയിരുന്നു. അപ്പൊ മറ്റുള്ള സംസാരങ്ങളൊക്കെ പറ്റും എന്ന് തന്നെ ഞാനും കരുതിയിരുന്നു. പക്ഷേ പിന്നീടാണ് ബഹുമാനപ്പെട്ട MT ദാരിമി, പിന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈദി, അതുപോലെ തന്നെ നമ്മുടെ ജലീൽ ദാരിമി പോലെയുള്ള ആളുകൾ ഞങ്ങളൊക്കെ പാടാ വിഷയങ്ങളൊക്കെ ഒന്ന് കൈകാര്യം, കിതാബുകളൊക്കെ അങ്ങനെ
പിന്നെ ചർച്ച ചെയ്യുകയും മറ്റൊക്കെ ചെയ്തു. അങ്ങനെ MT ദാരിമി ആ വിഷയത്തിൽ വളരെയധികം ശ്രമം നടത്തി. അങ്ങനെ കുറച്ച് ഇബാറത്തുകളെ കിട്ടി. ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഉദവിയെ ഞാൻ ആ കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും. സാധാരണ ആളുകൾ ഉണ്ടാവില്ല ഇങ്ങനെ അതിമെന്തെങ്കിലും കിടന്ന് തൂങ്ങാൻ നോക്കൂല്ലേ, എങ്ങനെയും ന്യായീകരിക്കാൻ, തന്റെ അടുക്ക തെറ്റ് പറ്റിയാൽ ആ തെറ്റി ന്യായീകരിക്കാൻ വേണ്ടിയ സമയം അതല്ല, ആ ഇബാറത്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു സന്തോഷം. അൽഹംദുലില്ലാ, അത് വ്യക്തമായ നസ്സാണല്ലോ, ഞാൻ പറഞ്ഞതിനെതിരിൽ ഉള്ള വ്യക്തമായ നസ്സാണല്ലോ, അൽഹംദുലില്ലാ, നമുക്ക് സത്യം ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെട്ടല്ലോ, ഇൻഷാ അല്ലാഹ് അത് എത്രയും ഞാൻ തിരുത്തും എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് അദ്ദേഹം ലണ്ടനിലായിരുന്നു. പിന്നീട് ലണ്ടനിൽ നിന്ന് അദ്ദേഹം UAE വന്നു. ഉടൻ തന്നെ പെട്ടെന്ന് അദ്ദേഹം നാട്ടിലേക്ക് പോയി. അങ്ങനെയുള്ള ആ തിരക്ക് പിടിച്ച പല യാത്രകളും മറ്റൊക്കെ ഉണ്ടായത് കാരണം അത് തിരുത്താൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളത് മാത്രമാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ ഇബാറത്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം ചെറുതായിരുന്നില്ല. വല്ലാത്തൊരു സന്തോഷവും ആ ഇബാറത്ത് അദ്ദേഹത്തിന് കൈമാറിയതിന്റെ പേരിൽ അദ്ദേഹം പിന്നെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ആ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തു. മൊത്തത്തിൽ അദ്ദേഹം, എനിക്ക് സിംസാറുൽ ഹഖ് അത് വല്ലാത്തൊരു വിനയാന്വിതനാണ് അദ്ദേഹം. സംഗതി അദ്ദേഹം വളരെ ഒരു പ്രശസ്തനായ വ്യക്തിയാണ്. അല്ലേ, നിങ്ങൾ നോക്കിവിടെ സാധാരണ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ അദ്ദേഹം UAE ഉണ്ടാകുക. വെള്ളി, ശനി ദിവസങ്ങളിൽ മിക്കവാറും അദ്ദേഹം നാട്ടിലായിരിക്കും. ഇവിടെ വ്യാഴാഴ്ച സ്കൂട്ടർ അദ്ദേഹം പ്ലെയിൻ കയറുക, എന്നിട്ട് 2 ദിവസം അവിടെ പ്രസംഗിക്കുകയാണ്, പിന്നെ പിറ്റേ ദിവസം ഇങ്ങോട്ട് തന്നെ വരികയാണ്. അങ്ങനെ അദ്ദേഹം പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സംസാരത്തിന് ജനങ്ങൾക്ക് ആ സംസാരത്തിന് വല്ലാത്തൊരു വശ്യശക്തിയുമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന 10,000-ങ്ങളാണെന്നുള്ളത്. പക്ഷെ അദ്ദേഹം വളരെ വിനയാന്വിതനാണ്, വല്ലാത്തൊരു വിനയമാണ്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന് പെരുമാറുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന് വല്ലാത്തൊരു വിനയമാണ്. സാധാരണ ഇത്രയും പ്രശസ്തരായ ആളുകളിൽ ബഹുഭൂരിഭാഗത്തിലും കാണാത്തൊരു വിഷയമാണത്. വല്ലാത്തൊരു അഹംഭാവികളായി അല്ലേ, കുറെ ആളുകൾ എന്റെ പിന്നീട് കാണുമ്പോൾ വല്ലാത്ത അഹംഭാവം ഉണ്ടാവും പലർക്കും. അദ്ദേഹം അതല്ല. അദ്ദേഹത്തിന് സ്നേഹിക്കുന്ന വ്യക്തികൾ കൂടുന്തോറും അദ്ദേഹത്തിന് വിനയം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വല്ലാത്തൊരു സ്നേഹമാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിന് വല്ലാത്തൊരു ഒരു വശീകരണ ശക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരം കാരണം ധാരാളം യുവാക്കള് മോശമായി ജീവിച്ചിരുന്ന പല ആളുകളും സത്യത്തിന്റെ മാർഗത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്, അള്ളാഹു ദീനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പിന്നെ ഞാൻ നിങ്ങളെ അറിയുന്ന വിഷയമാണ്. അത് നിങ്ങളുമായി ഞാൻ ഒരിക്കൽ കൂടി പങ്കുവെച്ചു. ഞാൻ ഇന്ന് മൈക്കെടുക്കാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തിരുത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കേട്ടത്, അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. പിന്നെ ഞാനിതിന്റെ മുമ്പ് അദ്ദേഹം ലണ്ടനിലായിരുന്ന സമയത്ത് 1-2 പ്രാവശ്യം അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അപ്പൊ ഒക്കെ എന്നെ വല്ലാതെ, എനിക്കിതിന് മുമ്പ് ഒരാൾ PM ചെയ്തൊരു വിഷയം ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഒരിക്കൽ ഞാൻ PM വായിച്ചല്ലേ, ഇവിടെ ഒരാൾ മക്കയിൽ നിന്ന് എനിക്ക് PM ചെയ്തിരുന്നു. ഉസ്താദെ, ഞാൻ ഇന്ന് ഹറമിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി കുറെ ദുആ ചെയ്തു, അപ്പോൾ എനിക്കിങ്ങനെ കരച്ചിൽ വന്നു. പിന്നെ സിംസാറുൽ ഹഖ് ഹുദവിക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ ആ കരച്ചിൽ അത് അത് തേങ്ങലായി മാറിയെന്നോ വല്ലാത്ത അല്ലേ. അപ്പൊ അത് അദ്ദേഹത്തിന് വേണ്ടി ധാരാളം ആളുകൾ അദ്ദേഹം അറിയാതെ ദുആ ചെയ്യുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഇൽമില് വർധനവും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം ഈ മുസ്ലിം ഉമ്മത്തിന് ഉപകാരം നൽകട്ടെ. ധാരാളം യുവാക്കൾക്ക് അദ്ദേഹം കാരണം അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുവാനും ആ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈദ് നേരത്തെ മൈക്ക് അദ്ദേഹം പറഞ്ഞില്ലേ, ഷംസുദ്ദീൻ ഫൈദ് അദ്ദേഹം റൈസേന ചെയ്തിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു